മനോഹരമായ രാത്രിക്ക് കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം എനിക്ക് തന്ന ഈ നല്ല സന്ദർഭത്തെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ വീട് നിൽക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ വിളിച്ചാൻ, അതുപോലെ ഇന്ന് രാത്രി ഇവിടെ കിടന്നു വഹിക്കുന്ന കർത്താവിൻ്റെ വലിയൊരു മക്കൾ നിങ്ങളോടൊക്കെ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സേവിപ്പാനും ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും തന്ന ഈ അവസരം ജീവിതത്തിലെ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കർത്താവിനെ വെച്ചാൽ നാളെ എൻ്റെ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ഒരു സന്ദേശം ദൈവം ഏൽപ്പിച്ചത് ഓർപ്പിക്കാൻ ഞാൻ കർത്താവിനെ കൃപശരണപ്പെടുകയാണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഭാഗമാണ് ഇന്ന് രാത്രി ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. അത് ഒന്ന് നിവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 4 verse 9 and 10. ഒന്ന് നിവൃത്താന്തം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചു, യാതൊരു വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടി ഇന്ന് അനക്കം എനിക്ക് വ്യസനകാലമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമെന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവമാണ് നന്ദി. പ്രാർത്ഥിക്കാൻ. ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിന്റെ സന്നിധിക്കാൻ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി വിശുദ്ധ പാദപീഠത്തിൽ എന്റെ മക്കളായ അടിയങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങ് ആരാധിപ്പാൻ കൃപയോട് സ്തോത്രം. നിന്റെ വചനത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. രാത്രി ഞങ്ങൾ കാതോർക്കുന്നു, ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവത്തിന്റെ ആത്മാ ഇന്ന് രാത്രി ചന്തമായി വ്യാപരിക്കണമേ. ഞങ്ങൾ കേട്ട് പഴക്കമുള്ള വചനമാണെന്ന് ഇന്ന് രാത്രി കർത്താവ് അതിനകത്തുള്ളൊരു പുതിയ തൂത് നൽകി ഞങ്ങൾ മാനിക്കണമേ. കർത്താവ് സാധുവായി ഞങ്ങൾ സഹായിക്കണം. എന്നെ ജനത്തെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണമേ പിതാവ്. എബേസിന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു അവന്റെ അമ്മ. ഞാൻ അവനെ വിശന്നത്തോട് പ്രസവിച്ചു എന്ന് പറഞ്ഞ അവൻ എബേസിന്റെ പേരുണ്ട്. 10-ാം വാക്യം. എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച എന്റെ അത് വിസ്താരമാക്കി നിന്റെ കയ്യനോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതവണ്ണം നീ എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അവൻ അപേക്ഷിച്ചു. അവസാന വാക്യം ഇങ്ങനെ വായിക്കുന്നത്, അവൻ അപേക്ഷിച്ചതിനെ ഒക്കെയും ദൈവം അവന് നൽകി. ഈ എബേസിന്റെ പ്രാർത്ഥനയെ കുറിച്ച് ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടുള്ളവരായി വിളിക്കുന്നത് എനിക്കറിയാം. എബേസിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് നല്ല ബെസ്റ്റ് സെല്ലറായ പുസ്തകം അമേരിക്കയിൽ ഇറങ്ങിയിട്ടുണ്ട്, അതും എനിക്കറിയാം. ആ പുസ്തകം ചില ഭാഗങ്ങളൊക്കെ വായിക്കാൻ എനിക്കിടയായിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പ്രാവശ്യം ഒരുപാട് ആവർത്തി കേട്ട വചനമാണല്ലോ ഇന്ന് കർത്താവദാസൻ എന്നെ അതിനകത്തുള്ളൂ. ഞങ്ങൾ കേട്ടിരിക്കുന്നതല്ലേ. ഞാൻ വാക്യം വായിച്ചപ്പോൾ തന്നെ ഏകദേശം ചിലരുടെ മുഖമൊക്കെ ഞങ്ങൾക്കറിയാൻ പാസ്റ്റർ ഇതെന്താണെന്ന് അറിയാം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് എനിക്കാണ്. എനിക്ക് വേദപുസ്തകത്തിലൊരു സന്തോഷം ഞാൻ പറയാം. ഇത് എത്ര ആവർത്തി വായിച്ചാലും മതി വരുന്നൊരു പുസ്തകമാണ്. നമ്മൾ സാധാരണ ചരിത്ര പുസ്തകങ്ങളോ നോവലോ എന്തെങ്കിലുമൊക്കെ വായിച്ചാൽ 1-2 ആവർത്തി വായിച്ചിട്ട് പിന്നെന്ത് ചെയ്യും? അത് മാറ്റി യൂസ്ഡ് ബുക്സ് എന്നുള്ള ഷെൽഫിലോട്ട് മാറ്റി വയ്ക്കും. എന്നാൽ ഇതൊക്കെ എത്ര ആവർത്തി വായിച്ചാലും മതി വരത്തില്ല. ഇത് വായിക്കും തോറും ഇതിൻ്റെ അകത്ത് ആഴത്തിൽ വലിയ 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 മുത്തുകളുണ്ട്, വലിയ അനുഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവവചനത്തോട് നമ്മൾ എടുക്കുമ്പോൾ പ്രാർത്ഥനയോടെ എടുക്കണം. നാം കേട്ട് പഴക്കമുള്ളതെങ്കിലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വചനത്തോട് നമ്മൾ ഹൃദ്യമായി സംസാരിക്കുന്നതിന് ദൈവസന്നി പ്രാർത്ഥനയോടെ ഇരിപ്പാൻ കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ ദൈവദാസനെ പരിചയപ്പെടുത്തി എങ്ങനെയാണ് അവൻ അപേക്ഷിച്ച അപേക്ഷ ഒന്നും ഉപേക്ഷിക്കാതെ എല്ലാ അപേക്ഷകൾക്കും മറുപടി ലഭിച്ച ദൈവസന്ധി ദൈവത്തിന്റെ സ്തോത്രം. എല്ലാ അപേക്ഷകൾക്കും മറുപടി ലഭിച്ച ഒരു അനുഗ്രഹനായ കർത്താവിന്റെ ദാസൻ. അവന്റെ പേരാണ് എബേസ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ അപേക്ഷിച്ചതിനെ ഒക്കെയും ദൈവം നൽകിയെന്ന് നാം വായിക്കുമ്പോൾ ഇന്ന് രാത്രി ഇവിടെ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. നമ്മൾ അപേക്ഷിച്ച് എത്രയോ അപേക്ഷകൾക്ക് ഇന്നും മറുപടി ലഭിക്കാതെ ഇന്നും അത് ചുവപ്പ് നാടേ കുരുങ്ങി കിടക്കുമ്പോൾ നമ്മുടെ എത്രയോ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ ഇന്നിരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, അവൻ അപേക്ഷിച്ച എല്ലാ അപേക്ഷകൾക്കും ദൈവം മറുപടി നൽകി. നമ്മുടെ പ്രാർത്ഥന എന്താ ദൈവം കേൾക്കാത്തത്? എന്റെ എല്ലാ പ്രാർത്ഥനയും കേട്ടെന്ന് വിശ്വാസമുള്ള അങ്ങനെ പ്രാർത്ഥന കേട്ട എന്റെ എല്ലാ പ്രാർത്ഥനയും കർത്താവദാസനെ ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയ്ക്കും എനിക്ക് മറുപടി ലഭിച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടോ? അവിടെ നമ്മുടെ എത്രയോ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല. എന്താ കാര്യം എന്നറിയാമോ? ഈ വേദപുസ്തകം പറഞ്ഞൊരു 3-4 കാര്യം ഞാൻ പറയാം. ഇതൊരു ഒരു ബൈബിൾ ധ്യാനമായിട്ട് ചിന്തിച്ചാൽ മതി. വേദപുസ്തകം പറഞ്ഞൊരു 3-4 കാര്യം ഞാൻ പറയാം. ഒന്ന്, എന്താ നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തറിയാം? ഒന്നാമത്തെ കാര്യം, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലായിരുന്നു, ദൈവഭക്തനായിരുന്നവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുവെന്നാണ്. എന്താ
അവരുടെ പ്രാർത്ഥന കേൾക്കാത്തത്? പാപിയുടെ പ്രാർത്ഥന, പാപം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കും, ഞങ്ങൾ യേശുവിന്റെ ക്രൂശിലേക്ക് നോക്കി രക്ഷിക്കപ്പെട്ടവരല്ലേ, ഞങ്ങൾ വിശുദ്ധരല്ലേ, ഞങ്ങൾക്ക് പാപമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? വേദപുസ്തകം അറിയാത്തല്ല നിങ്ങൾ. അത് ഞാൻ ഒത്തിരി നിങ്ങളുടെ മുഖത്തേക്ക് വിലച്ചൂട്ടിയൊന്നും ചോദിക്കുന്നില്ല. നമുക്ക് പാപമുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പ്രാർത്ഥിക്കാതിരുന്നാൽ പാപം. പിന്നെ 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 വിശ്വാസത്തിൽ ഉത്ഭവിക്കാത്തതൊക്കെ പാപം. ഇങ്ങനെ എണ്ണി എണ്ണി വിശുദ്ധന്മാരുടെ ഇടയിലെ പാപത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് രാത്രി ദൈവജനം പറയുന്നു, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല, ദൈവഭക്തനായിരുന്നവന്റെ ഇഷ്ടം ചെയ്യുന്ന പ്രാർത്ഥന ദൈവം കേൾക്കും. അങ്ങനെയെങ്കിൽ കർത്താവേ, ഇന്ന് രാത്രി എന്റെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം ആകാശം അടച്ചു കളയുന്ന എന്നെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ച് നിർത്തിയിരിക്കുന്ന പാപത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ രാത്രി എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ച് ഇന്ന് രാത്രി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അവന്റെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തത് സദൃശ്യവാക്യങ്ങൾ 28-9 വാക്യം. പ്രോവർബ്സ് chapter 29 verse 28 verse 9. ഒന്ന് വായിച്ചേ. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളയുന്നവന്റെ പ്രാർത്ഥന യഹോവയ്ക്ക് വെറുപ്പാകും എന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തിന്റെ ന്യായപ്രമാണം കേൾക്കാതെ അതിന്റെ ചെവി തിരിച്ചു കളയുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. നമ്മളൊക്കെ പ്രസംഗം കേൾക്കുന്നവരാ. ഇവിടെ പ്രസംഗം കേട്ട ഈ ചർച്ചിന്റെ കോമ്പൗണ്ട് വിട്ട് അങ്ങോട്ട് പോയാ എന്താ പാസ്റ്റർ പ്രസംഗിച്ചെന്ന് ചോദിച്ചാൽ എന്ന് പറയുന്ന ആളുകൾ. കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ എന്താ വായിച്ച സങ്കീർത്തനം ചോദിച്ചാൽ അടുത്തിരിക്കുന്ന എന്നാണ് ഈ വായിച്ച സങ്കീർത്തനം നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഈ പണ്ടാണ് പറഞ്ഞാൽ ഈ ഒരു ചെവിക്കൂടെ കേട്ട് മറ്റേ ചെവിക്കൂടെ ഇറക്കി വിടുന്ന ആളുകളാണ്. പണ്ടൊരിക്കൽ ക്ലാസ്സിൽ പഠിപ്പിച്ചു വന്ന സാറ് ഈ കൊച്ചു കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ദൈവം നമ്മെ ശ്രദ്ധിച്ചപ്പോൾ ഈ രണ്ട് ചെവി എന്തിനാണ് ഇരിക്കുന്നത്, രണ്ട് ചെവി എന്തിനാണ് ഇരിക്കുന്നത് അറിയാൻ ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞ് രണ്ട് ചെവി എന്തിരിക്കുന്നത് സാറെ കേൾക്കാനാണെന്ന്. അതാണ് ഓർഡിനറി ആൻസർ, കേൾക്കാനാണെന്ന് പറഞ്ഞു. പലരും ഒരു മിടുക്കൻ പറഞ്ഞു, രണ്ട് ചെവി തന്നിരിക്കുന്നത് സാറെ ഒരു ചെവി കൂടെ കേട്ടോ മറ്റൊരു ചെവി കൂടെ ഇറക്കി വിടാനാണ് പറഞ്ഞു. കണ്ടില്ലേ, രണ്ട് ചെവിക്ക് സുഷിരമുണ്ട്. അപ്പൊ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ ഇറക്കി വിടാനാണ് ഈ രണ്ട് ചെവി. ഇതിനേക്കാളൊക്കെ മിടുക്കൻ ഇതിലുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, സാറേ നമ്മളൊക്കെ പ്രായം ചെന്ന് സ്വതന്ത്ര 50-60 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ അപ്പച്ചന്മാർ കണ്ടിട്ടില്ല, വെള്ളെടുത്തൊക്കെ ബാധിച്ച് അപ്പച്ചന്മാരുടെ മൂക്കയിൽ വെക്കുന്ന കണ്ണാടിയുടെ രണ്ട് കാലുറപ്പിക്കാനായി രണ്ട് ചെവി തന്നിരിക്കുന്ന ഒരു കാല് ഒരു ചെവി ഉള്ളായിരുന്നെങ്കിൽ മറ്റേ കാലം ഇവിടെ ഉറപ്പിച്ചേനെ. എന്നാൽ രണ്ട് ചെവി തന്നിരിക്കുന്ന കണ്ണാടിയെ കാലം ഉറപ്പിക്കാനല്ല, ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവിയുടെ ഇറക്കി വിടാനല്ല, ഈ രണ്ട് ചെവി കൂടെ കേൾക്കണം. രണ്ട് ചെവി കൂടെ കേട്ടാൽ എവിടെ ചെല്ലും? ഈ നേരെ വന്ന് ഹൃദയത്തിൽ പതിയും. കർത്താവിന്റെ വചനം പറയും, ദൈവത്തിന്റെ വചനങ്ങൾ ഹൃദയത്തിനകത്ത് ആണിയെഴുത്തുപോലെ പതിയണമെന്ന്. ഞാന് ചില വർഷങ്ങൾക്ക് മുമ്പ് 1994 കുവൈറ്റുകാരെല്ലാം കൂടെ എന്നെ അവിടെ കൺവെൻഷൻ അവിടെ വെച്ച് പ്രസംഗിക്കാനായിട്ട് ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. പ്രസംഗം എല്ലാം കഴിഞ്ഞ് ചില സ്ഥലത്തൊക്കെ മീറ്റിങ്ങുകൾക്ക് പോയി. അപ്പം കോട്ടയംകാരനൊരു പാസ്റ്റർ എന്നെ കൂട്ടിക്കൊണ്ട് ചില ദൂരെയുള്ള ഒരു യോഗത്തിന് പോയി. അദ്ദേഹം ജോലിയെല്ലാം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഞാൻ താമസിക്കുന്ന എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന വീട്ടിൽ കയറി ആ വീട്ടിൽ വന്ന അദ്ദേഹം 7 വയസ്സുള്ളൊരു മകനുണ്ട്. അവിടെ പ്രസംഗം എല്ലാം കഴിഞ്ഞ് ഞാൻ പോയി. ഒരു 6 വർഷങ്ങൾ കഴിഞ്ഞ് 2000 വീണ്ടും അവിടെ പോയി ഒരു ശുശ്രൂഷയ്ക്ക് അവിടെ കിടന്നു. അതേ പാസ്റ്റർ തന്നെ ജോലി സ്ഥലത്ത് നിന്ന് കൂട്ടിക്കൊണ്ട് ജോലി സ്ഥലത്ത് അദ്ദേഹം വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നിട്ട് അവൻ ചർച്ചിലോട്ട് പോയി. വീട്ടിൽ ചെന്നിട്ട് കോളിംഗ് ബെൽ അമർത്തി ഈ വീടങ്ങോട്ട് തുറന്നു വന്ന് ഞാൻ മുമ്പേ പറഞ്ഞ കൊച്ചനാണ്. അന്നാണ് 12 വയസ്സോ 13 വയസ്സോ ഉണ്ട്. അതിന് ഡാഡിയുടെ പറഞ്ഞിരിക്കുന്ന എന്നെ കണ്ടപ്പോൾ അവൻ എന്നെ നോക്കിച്ച് പറഞ്ഞു, ഞാൻ പാസ്റ്ററുകളെ കണ്ടിട്ടുണ്ട്, എനിക്ക് പാസ്റ്ററുകളെ നല്ലപോലെ അറിയാമെന്ന് പറഞ്ഞു. പാസ്റ്റർ വിളിക്കാൻ പറ്റും. ഞാൻ പാസ്റ്ററെ മോനെ എങ്ങനെ പാസ്റ്ററുകളെ അറിയാം? എനിക്കറിയാം, എനിക്ക് പാസ്റ്ററുകൾ നല്ലപോലെ അറിയാമല്ലോ. പണ്ട് പാസ്റ്ററുകൾ ഇവിടെ വന്നപ്പോ പാസ്റ്ററുകൾ പ്രസംഗിച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. കുവൈറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ കാര്യം പറഞ്ഞ ഇന്റർനാഷണൽ പ്രീച്ചേഴ്സ് എല്ലാ ആഴ്ചയിലും വരുന്ന സ്ഥലമല്ലേ. 100 കണക്കിന് പാസ്റ്റർമാർ വരുന്നതാണ്, 100 കണക്കിന് പാസ്റ്റർമാർ പ്രസംഗിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് പറഞ്ഞ് ശരിയാണെന്ന് അറിയാനായിട്ട് ഈ അപ്പം കുടിക്കാൻ പോയപ്പോൾ ഞാൻ ഇവനെ അടുക്ക് വിളിച്ചിരുത്തി. ഞാൻ ചോദിച്ചു, മോനെ അന്ന് പാസ്റ്ററുകൾ എന്താ പ്രസംഗിച്ചത്? എനിക്ക് അത്ഭുതം തോന്നി. അന്ന് ഞാൻ പ്രസംഗിച്ച വിഷയം നല്ല മണി പോലെ ഈ തേപ്പി നിറഞ്ഞു വരുന്ന പോലെ ആ കൊച്ചു പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി.
Praise the Lord. നമ്മൾ രണ്ട് ചെവിയും കൂടെ കേൾക്കണം. രണ്ട് ചെവിയും കൂടെ കേട്ടാൽ ഹൃദയത്തിന്റെ ആഴത്തിൽ പതും ഒരിക്കലും മറന്നു പോകത്തില്ല. ഒരിക്കലും ഇത് കേട്ട് മറക്കേണ്ട വചനമല്ല, കേട്ട ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ട വചനമായി വചനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കും. എവിടെ പറഞ്ഞു നിങ്ങൾ കേൾക്കും? ന്യായപ്രമാണം കേട്ടിട്ട് ആ ന്യായപ്രമാണത്തിന് ചെവി തിരിച്ചു കളയുന്നവന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കേട്ടില്ലെന്ന് അതിന്റെ അർത്ഥം. കേൾവിക്ക് രണ്ട് തലങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 61-ാം സങ്കീർത്തനം അതിനകത്ത് 11-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നത്, ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടിരിക്കുന്നു. ഒരിക്കൽ അരുളി ചെയ്താൽ 2 പ്രാവശ്യം കേൾക്കുന്നത് എങ്ങനെയാ? ഇത് ബൈബിൾ ശരിയല്ലേ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചോദ്യമില്ലട്ടെ. ഒരിക്കൽ ദൈവം സംസാരിച്ചാൽ 2 പ്രാവശ്യം കേൾക്കുന്നത് 2 കേൾവി എന്താ? കമോൺ, ആണോ? ഇതെന്താ 2 കേൾവി? എന്താ 2 കേൾവി? നിങ്ങൾക്ക് പറയാം. ഞാൻ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. 2 കേൾവി എന്താണ്? ഞാനിപ്പോ പറയുന്നത് 1 പ്രാവശ്യമല്ലേ കേൾക്കത്തുള്ളൂ. ഈ 2ാമത്തെ കേൾവി എന്താണ്? ഞാൻ ഒരു സ്ഥലത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് എക്കോയാന്ന് പറഞ്ഞു. ഈ എക്കോയാണോ? 2 കേൾവി എന്താണെന്നറിയാമോ? ഞാനൊരു വാക്യം പറയാം, അപ്പൊ നിങ്ങൾക്ക് വേഗം മനസ്സിലാകും. 103-ാം സങ്കീർത്തനം 20-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അപ്പൊ 2 കേൾവി അതിനകത്തുണ്ട്. എന്നറിയാമോ? 1 കേട്ടു, 2 അനുസരിച്ചു. അപ്പൊ കേൾക്കുക, 2ാമത്തെ അതിന്റെ റിഫ്ലക്ഷൻ, അതിന്റെ അടുത്ത തലം എന്നറിയാമോ? കേട്ടേച്ച് പോവുകയല്ല, അത് അനുസരിക്കുന്നവരാണ് 2ാമത്തെ കേൾവി. അപ്പൊ കേട്ടു, അത് എക്സ്പീരിയൻസ് ചെയ്യുക, അത് അനുഭവിക്കുക. ഒന്നുകൂടെ പറയാം, കർത്താവേ നിന്റെ വചനത്തെ ഞാൻ കേട്ടു, ഞാൻ അതിനായി സമർപ്പിക്കുന്നു, ഞാനിതാ കർത്താവേ നിന്റെ വചനം അനുസരിപ്പാനായി ഞാൻ സമർപ്പിക്കുന്നു പറയുന്ന ആ സമർപ്പണത്തിലേക്ക് നയിക്കുന്നതാണ് 2ാമത്തെ ഭാഗം. ഹല്ലേലൂയ. അപ്പൊ 2 കേൾവിയാണ്. ദൈവത്തിന്റെ വചനം കേട്ടു, അനുസരിച്ചു. നമുക്കൊക്കെ ഉള്ള പലതും നമ്മൾ കേൾക്കുന്നവരാ. ഹല്ലേലൂയ. പക്ഷേ പരീക്ഷന്മാരെ പോലെ ഒരു ചെറുവിരൽ കൊണ്ടുപോലും നമ്മൾ എന്ത് ചെയ്യില്ല, അനക്കുകയില്ല. നമ്മളെല്ലാം ഇങ്ങനെ കേട്ട് ഇങ്ങനെ ചീർത്തിരിക്കുക. പെന്തിക്കോസ്തുകാരെ സംബന്ധിച്ചോളം വചനം കേൾക്കാൻ വല്ല പഞ്ഞമുണ്ടോ? നമ്മളിങ്ങനെ കേട്ട് ഇങ്ങനെ ചീർത്തിരിക്കുക. വചനമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. പ്രസംഗത്തിന് വാക്യം പറയുമ്പോൾ തന്നെ പാസ്റ്റർ എന്താ പ്രസംഗിക്കാൻ പോകുന്നതെന്ന്, ഹല്ലേലൂയ, പ്രസംഗത്തിന്റെ പോയിന്റ് വരെ അറിയാവുന്നവരായി ഇവിടെ ഇരിക്കുന്നതിന്റെ കേൾവിക്കാരെന്ന് എനിക്കറിയാം. ഞാൻ ന്യൂയോർക്കിൽ ഒരു സഭയെ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞൊരു അമ്മച്ചി എടുക്കൽ വന്ന് പറഞ്ഞു, എന്റെ പാസ്റ്ററുടെ പ്രസംഗം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമാണ്. എന്റെ പ്രധാനോട് പറഞ്ഞ പാസ്റ്ററുടെ പ്രസംഗം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്നെ നന്നായിട്ട് അറിയാവുന്ന അമ്മച്ചിയാ. എന്നിട്ട് അമ്മച്ചി പറയാം, ആ പ്രസംഗം നന്നായിരുന്നു കേട്ടോ. എന്നിട്ട് അമ്മച്ചി അവസാനം പറയുകയാണ്, ആ പ്രസംഗത്തിന് വേണ്ടി ഈ ഒരു പോയിന്റൂടെ ചേർത്തിരുന്നെങ്കിൽ എനിക്ക്. അപ്പൊ പാസ്റ്ററുടെ പ്രസംഗത്തിൽ ഒരു പുതിയ പോയിന്റൂടെ ചേർക്കാൻ കഴിവുള്ളവരാണ് ഇവിടുത്തെ കേൾവിക്കാർ. ഇങ്ങനെ കേട്ട് ഇങ്ങനെ ചീർത്തിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നാം കേൾക്കുന്നു, അത് നമുക്ക് അനുഗ്രഹമായി തീരാറുണ്ടോ? എന്താ പറയുന്നത്? ന്യായപ്രമാണത്തിന് ചെവി തിരിച്ചു കളയുന്നവരുടെ പ്രാർത്ഥനയും യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഹല്ലേലൂയ. നാം കേട്ടിട്ട് നാം അനുസരിക്കുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാണ്. ഹല്ലേലൂയ. 3ാമത്തെ കാര്യം അറിയാമോ? യാക്കോബ് ലേഖനം 4-ന്റെ 3ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് നിങ്ങൾ വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും കിട്ടുന്നില്ല. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനയും ദൈവത്തിന്റെ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയല്ല, ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയല്ല. അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങൾക്ക് മറുപടി ലഭിക്കാതിരിക്കും. ഞാൻ ഇവിടെ എന്തെങ്കിലും പറയുന്നില്ല. 4ാമത്തെ കാര്യം 66-ാം സങ്കീർത്തനം 18-19 വാക്കുകൾ വായിക്കുന്നു, ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കണ്ടിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. അപ്പോൾ അകൃത്യം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് എത്ര പ്രാർത്ഥിച്ചാലും ഈ സീലിംഗ് വിട്ട് മേപ്പെട്ടു പോകത്തില്ല. അകൃത്യം അതാണ് വിശുദ്ധന്റെ പാപം. ഇന്ന് രാത്രി അകൃത്യ ഹൃദയത്തിൽ കരുതി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. നാം ഇന്ന് രാത്രി എന്നാൽ സംഗീതകാരൻ പറയാണ്, യഹോവയുടെ പ്രാർത്ഥനാ ശബ്ദം കേട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ, നമ്മുടെ അകൃത്യങ്ങൾ കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഈ കർത്താവിനെ ആരാധിപ്പാനായി ദൈവമായ കർത്താവ് നമുക്കിടയാക്കട്ടെ. ഇവിടെ നമുക്ക് ദൈവദാസനെ കാണുവാൻ കഴിയും. അങ്ങനെയുള്ളവനാണ് അവൻ ദൈവസന്നിധി വെച്ച എല്ലാ പെറ്റീഷൻസിനും എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി നൽകി. അവൻ അപേക്ഷിച്ചതിനെ ഒക്കെയും ദൈവം അവന് നൽകി. ഞാൻ ഈ എഫേസിനെ കുറിച്ച് പഠിക്കുമ്പോൾ എനിക്കൊന്ന് സന്തോഷം അറിയാമോ?
ഞാൻ പലപ്പോഴത്തേക്കുണ്ട് യബ്ബേസിനെ കുറിച്ച് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാ ഇവിടെ കൊണ്ട് യബ്ബേസിനെ കുറിച്ചുള്ള ചരിത്രം എഴുതി വെച്ചത്. 4-ാം അധ്യായം 4-10 വാക്കുകളാണ് നമ്മുടെ ആധാര വിഷയം. എന്താ ഈ വാക്യങ്ങൾ കൊണ്ട് ഇവിടെ കൊണ്ട് എഴുതി വെച്ചത് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അതിന്റെ മുമ്പും പിൻപും ഈ 2 വാക്യങ്ങളുടെ മുൻപും പിൻപും നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു വംശാവലിയാണ്. നീണ്ടു പരന്നു കിടക്കുക ഒരു വംശാവലി. ഈ വംശാവലി ആരാ വായിക്കുന്നത്? വംശാവലി വായിച്ച് എനിക്ക് ആത്മീയം ഉണ്ടായെന്ന് പറഞ്ഞ ആരെങ്കിലും ഞാൻ സാക്ഷ്യം പറഞ്ഞു കേട്ടിട്ടില്ല. നിങ്ങൾ ആരും വംശാവലി വായിക്കാറുണ്ടോ? അതിന് 1-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ നീണ്ടിങ്ങനെ ശകാരാമതി പോലെ ഇങ്ങനെ നീണ്ടു പരന്നു കിടക്കുന്ന ഈ വംശാവലി ആരെങ്കിലും വായിക്കുമോ? നമ്മൾ ബന്ധുക്കോസുകാരൊക്കെ സഹോദരൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരു സംഘത്തിലോ പിന്നെ ഇച്ചിരിയോടൊക്കെ ആത്മീയമുള്ളവരാണെങ്കിൽ പിന്നെ സുവിശേഷ ഭാഗങ്ങളോ പിന്നെ കുറച്ചുകൂടൊക്കെ ആത്മീയം കൊണ്ടുള്ളവരാണെങ്കിൽ ഇച്ചിരി പ്രബോധനമൊക്കെ പറയുന്ന കുട്ടികളാണെങ്കിൽ പോളയിലെ പീസിൽസോ അതൊക്കെ വായിച്ച് അതുകൊണ്ട് തൃപ്തി അടന്നവരാ. പഴയ നിയമമൊക്കെ ഇന്ന് പലർക്കും ബാലി കയറാൻ പറ്റ പോലെ ഇരിക്കുക. ഞാൻ ഇന്നാളെ ഒരു സ്ഥലത്ത് ഓവദ്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം വായിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആശ്ചര്യമായി കണ്ടതാണ്. ചില അമ്മച്ചിമാരും ചില അച്ചായന്മാരൊക്കെ യൂദായുടെ അപ്പുറത്തോട്ട് തപ്പുന്നത്. പഴയ നിയമം എന്ന് പറഞ്ഞാൽ ഇന്ന് പലർക്കും ബാലി കയറാൻ മലയായിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇനി വംശാവലിയൊക്കെ വായിച്ച ആരാ അങ്ങനെ കിടന്നത്? എന്നാൽ ആ മരുഭൂമി പോലെ വംശാവലി പോലെ കിടക്കുന്ന നീണ്ടു നിവർന്നു പരന്നു കിടക്കുന്ന വംശാവലി പട്ടികളുടെ നടുവിൽ ദൈവത്തിന്റെ സ്തോത്രം ഒയാസിസ് പോലെ രജതതാരകം പോലെ അതിമനോഹരമായ 2 വാക്യങ്ങൾ ഒരാത്മീയ മനുഷ്യന്റെ ഒരു ദൈവ മനുഷ്യന്റെ മുഴുവൻ ചിത്രവും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന അവന്റെ ഭൗതിക ചരിത്രം, അവന്റെ ആത്മീയ നിലവാരം ഉല്ലേഖനം ചെയ്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട 2 ഗോൾഡൻ വേഴ്സസ്. അതാണ് 9-10 വാക്യങ്ങൾ. എന്താണ് വായിക്കുന്നത്? യബ്ബേസ് എന്ന സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. യബ്ബേസ് എന്ന സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിട്ടിരുന്ന കാരണം അറിയാമോ? അവന്റെ പിൻപിൽ ഒരു അമ്മയുണ്ട്. ആ അമ്മ പറയുന്ന സാക്ഷ്യം കേൾക്കണോ? നിങ്ങൾ എന്റെ മോനെ കണ്ടോ? എന്റെ പൊന്നുമോനെ കണ്ടോ? അവൻ ഏറ്റവും മാന്യനായിട്ടിരുവൻ കാരണം ഞാൻ അവനെ നൊന്ത് പ്രസവിച്ചതാ. എന്റെ വേദനയുടെ സന്താനമാണ്. ഈ അമ്മ ആരാ നമുക്ക് എടുത്തില്ല. അമ്മയുടെ പേരവിടെ ഇല്ല. എന്നാൽ ഈ അമ്മ ഒരു നിഴലാണ്. അതിന്റെ പൊരുളെന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം. കാൽവരിയിൽ എനിക്ക് വേണ്ടി വേദന സഹിച്ച, എനിക്ക് വേണ്ടി രക്തമൂറ്റിയ ആ നല്ല അമ്മയായ ക്രിസ്തുവാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഞാൻ പറയട്ടെ, കാൽവരിയിലെ വേദനയുടെ സന്താനങ്ങളാണ് ഞാനും നിങ്ങളും. കാൽവരിയില് നമ്മുടെ അരുമനാഥൻ നമ്മെ നൊന്ത് പ്രസവിച്ചതാണ്. എന്തിനാ എന്നെ നിങ്ങളെ നൊന്ത് പ്രസവിച്ചെന്നറിയാമോ? എന്തിനാ എന്നെ നിങ്ങളെ രക്തമൂറ്റി അവൻ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ നമ്മെ നേടിയെന്നറിയാമോ? അവൻ ഏറ്റവും മാന്യരായിരിക്കാനാണ്. ആ ഗതസമനം മുതൽ ഗബഥായിലൂടെ ഗോൽഗോഥ വരെ കഷ്ടം സഹിച്ച്, നിന്ന സഹിച്ച്, അപമാനം സഹിച്ച്, ഭാരമുള്ള 80 കിലോ ഭാരമുള്ള പച്ച പൈൻമര കുരിശേന്തി സ്തോത്രം ഗോൽഗോഥായുടെ ചുരം സ്തോത്രം വീണു എഴുന്നേറ്റും കയറി ഗോൽഗോഥായുടെ മുകളിലെത്തിയപ്പോൾ കുറുവന്മാരായ പടയാളികൾ അവന്റെ തോളിന്ന് ആ ഭാരമുള്ള മരക്കുരിശ് ഇറക്കി താഴെ വെച്ചു. അതിന്മേൽ അവനെ മലർത്തി കിടത്തി കൈകൾ സ്തോത്രം വിരിച്ചു വെച്ചു, കാലുകൾ ചേർത്ത് വെച്ചു. കൂർത്തുമൂർത്ത കാലിരുമ്പാണികൾ അവന്റെ കൈത്തണ്ടകളിലും കാലുകൾ ആഞ്ഞടിച്ച് കയറ്റുമ്പോൾ അവരുടെ രക്തം താഴ്തായ പുറത്തേക്ക് ഹല്ലേലൂയ. അവനെ ആ പാറയിൽ വെട്ടപ്പെട്ട വലിയ കുഴിയിലേക്ക് ക്രൂശോട് ചേർത്ത് അവനെ ഇട്ടു. അവന്റെ അസ്ഥിബന്ധങ്ങളെല്ലാം ഒന്നോടൊന്ന് വേർപെട്ട് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അവന്റെ അവസാനത്തോട് എത്തുവരെയും നമുക്ക് ഊറ്റിത്തന്നു. ഇന്ന് രാത്രി കാൽവരിയിലെ വേദനയുടെ സന്താനങ്ങളാണ് ഞാനും നിങ്ങളും. പ്രവാചകൻ യെശയ്യാവ് പറയുന്നു ഹല്ലേലൂയ. 53-ാമത്തെ വാക്യം ഇതാണ് ഹല്ലേലൂയ. അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്ത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, കാൽവരിയിലെ വേദനയുടെ സന്താനങ്ങളാണ് ഞാനും നിങ്ങളും. നമ്മുടെ ജീവിതത്തിന്റെ ആയോധന വേളകളൊക്കെ ഓർത്തിരിക്കേണ്ട കാര്യം അതാണെന്നറിയാമോ? കാൽവരിയിൽ എന്റെ അരുമനാഥൻ എന്നെ നൊന്തു പ്രസവിച്ചതാണ്. ഞാൻ അവന്റെ വേദനയുടെ സന്താനമാണ്. ഹല്ലേലൂയ. എന്തിനാ നമ്മെ തന്നെ രക്തം കൊടുത്ത് വീണെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മുടെ പാപത്തിന്റെ കറകളെല്ലാം കഴുകി നമ്മെ വിശുദ്ധീകരിച്ച് നമ്മെ ഈ ലോകത്തിൽ മാന്യരായിരിക്കാന്, ഒരു സാമാന്യ പെന്തിക്കോസ്തുകാരനായിട്ടല്ല, ഒരു സാമാന്യ വിശ്വാസിയായിട്ടല്ല, കർത്താവിന്റെ മാന്യരായിരിക്കാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും, നിന്റെ വർക്ക് പ്ലേസിൽ, നീ ജോലി ചെയ്യുന്നിടത്ത് ഹല്ലേലൂയ സ്തോത്രം, നിന്റെ കുടുംബത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്,
ദൈവത്തിന് സ്തോത്രം. എന്റെ യേശുവിന്റെ സന്താനമാണ്, അവന്റെ കഷ്ടതയുടെ സന്തതിയാണ്. അവൻ എന്നെ നൊന്ത് പ്രസവിച്ചത് അവൻ ഏറ്റവും മാന്യരായിരിക്കാൻ. എബേസ് എന്ന പേരിന്റെ അർത്ഥം ദ സൺ ഓഫ് സോറോ എന്ന, വേദനയുടെ പുത്രൻ എന്ന. ഞാനും നിങ്ങളും ദൈവത്തിന് സ്തോത്രം വേദനയുടെ പുത്രൻ. ഹല്ലേലൂയ. അവന്റെ അമ്മ അവനെ നൊന്ത പ്രസവിച്ചത്. ഹല്ലേലൂയ. അവൾ പറഞ്ഞു അവൻ കഷ്ടതയുടെ പുത്രനാണ്. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവിലിരിക്കുന്ന കേൾക്കണോ, അവൻ കഷ്ടതയുടെ പുത്രനെങ്കിലും അവൻ വേദനയുടെ പുത്രനെങ്കിലും അവൻ ഏറ്റവും മാന്യനായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സ്തോത്രം, കഷ്ടതയും വേദനവും സങ്കടവും ഒക്കെ അനുഭവിക്കുമ്പോഴും ഇന്ന് രാത്രി ഹല്ലേലൂയ, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിന്നെ ഏറ്റവും മാന്യനാക്കുന്ന ശ്രേഷ്ഠനാക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഈ രാത്രി എന്റെ പ്രസംഗത്തിന്റെ ആധാരം പറയുന്നത്, എബേസിന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി തീരാനുള്ള ചില കാരണങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ്. എബേസിന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എബേസിന്റെ ആ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി തീരുവാനുള്ള കാരണം, ഞാനും നിങ്ങൾ ആധുനിക എബേസുമാരാണ്. ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മോട് ചോദിക്കണം, എന്റെ മാന്യത എവിടെ ഇരിക്കുന്നു? എബേസിന്റെ സഹോദരന്മാരെക്കാൾ മാന്യനായി തീരുവാനുള്ള ഒന്നാമത്തെ കാരണം അവൻ ജനിച്ച കുടുംബത്തിന്റെ ശ്രേഷ്ഠതയാണ്. എബേസ് ഏത് കുടുംബത്തിൽ ജനിച്ചാണെന്ന് അറിയാമോ? ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആദ്യത്തെ വാക്യം യഹൂദയുടെ പുത്രന്മാരെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. എബേസിന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി തീരുവാനുള്ള കാരണം അവൻ യഹൂദ കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു. യഹൂദ എന്ന പേരിന്റെ അർത്ഥം അറിയാമോ? യഹൂദ എന്ന പേരിന്റെ അർത്ഥം എന്താ? സ്തുതി എന്നാണ്. അപ്പോൾ സ്തുതി എന്ന പേരുള്ള, ഒന്നുകൂടെ പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ട കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു ആര്? എബേസ്. എബേസിന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി തീരുവാനുള്ള ഒന്നാമത്തെ കാരണം അവൻ സ്തുതിക്കപ്പെട്ട കുടുംബത്തിൽ ജനിച്ചവനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചിലർ കണ്ടു, ഞങ്ങളുടെ തിരുവല്ലയിലൊക്കെ ചില ആളുകളെ കണ്ടു, ചിലർ പറയുന്ന അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട്, അവനെ കണ്ടാൽ അറിയാം അവൻ്റെ കുടുംബത്തിൽ പിറന്നവനാണ്. എന്നാൽ നെറ്റി എഴുതി വെച്ചിട്ടുണ്ടോ ഇവൻ ഇന്ന കുടുംബത്തിൽ പിറന്നവനാണ്? കുരിശുമുട്ടി കുടുംബത്തിൽ ജനിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ തിരുവല്ലയിൽ അങ്ങനത്തെ കുടുംബമുണ്ട്. എഴുതി വെച്ചിട്ടുണ്ടോ? എന്താ കുടുംബത്തിൽ പിറന്നവനെ കണ്ടാൽ അറിയാം. എങ്ങനെയാ അറിയുന്നത്? അവന്റെ വേ ഓഫ് ലൈഫ്, അവന്റെ ഉടയാടകൾ, അവന്റെ സംസാരങ്ങൾ, അവന്റെ ബിഹേവിയർ എല്ലാം കണ്ടാൽ അറിയാം ഇവൻ താൻ ജനിച്ച കുടുംബത്തിന്റെ ശ്രേഷ്ഠത മഹിമ കാക്കുന്നവനാണ്. അപ്പൊ അവരെ കുറിച്ച് പറയും, എന്താണ് അവൻ കുടുംബത്തിൽ ജനിച്ചവനാണ്. എന്നാൽ ചിലരെ കണ്ടേച്ച് പറയും ഓ അവനൊരു കച്ചറ, അവനൊരു കൺട്രിയാ. പിന്നെ പറയുന്ന പകുതി അവനൊരു കുടുംബത്തിൽ ജനിച്ചത് എന്ന് പറയും. എന്താ കുടുംബത്തിൽ ജനിച്ചെന്ന് പറഞ്ഞത്? അവന്റെ വാക്ക് നോട്ടും അവന്റെ ഇടപാടും ഒക്കെ എന്ന് അറിയാമോ? ആ ടൈപ്പ് ഈ ചോട്ടുകാരെ പറയുന്ന വർത്താനൊക്കെ പറയുന്ന പുള്ളികൾ. അതുകൊണ്ട് അവനെ കണ്ടു പറയും അവന്റെ കൺട്രി എന്ന് പറയും. അവൻ കുടുംബത്തിൽ ജനിച്ചെന്ന് പറയും. അവൻ കുടുംബത്തിൽ ജനിച്ചതിന് ശ്രേഷ്ഠതയുണ്ട്. എബേസിന്റെ സഹോദരന്മാരെക്കാൾ മാന്യനായി തീരുവാൻ കാരണം അറിയാമോ? അവൻ സ്തുതിക്കപ്പെട്ട കുടുംബത്തിൽ ജനിച്ചവനാണ്. ഇന്ന് രാത്രി എന്നെ നിങ്ങളുടെ മാന്യത അറിയാമോ? ഹല്ലേലൂയ. സ്തുതി എന്നർത്ഥമുള്ള കുടുംബത്തിൽ ജനിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. യഹൂദ എന്ന വാക്യം വേദപുസ്തകത്തിൽ ആദ്യം നാം കാണുന്ന ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിലാണ്. അതിന് 31 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ യാക്കോബിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേര്. ഞാൻ എന്നാൽ റാഹേലിനെ കുറിച്ചും ലേയെ കുറിച്ച് ഇച്ചിരി കാര്യം പറഞ്ഞു. ലേയ കണ്ണുമങ്ങിയവളും ഇച്ചിരി സൗന്ദര്യം കുറവുള്ളയാളുകളാണ്. യാക്കോബ് സ്നേഹിച്ചത് ലേയ അല്ല, റാഹേലിനെ. അവൾ അതിസുന്ദരിയായിരുന്ന വായിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം, അമ്മായിയപ്പങ്ങളെ പറ്റി കളിപ്പിക്കുന്ന ചില അമ്മായിപ്പന്മാരുണ്ട് കേട്ടോ, ചതിക്കുന്ന അമ്മായിപ്പന്മാരുണ്ട്. അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം അമ്മായിപ്പൻ ചതിച്ച് കിട്ടിയത് ലേയായാണ്. സ്തോത്രം. അവസാനം 7 വർഷം കൂടെ സേവിച്ച് റാഹേലിനെ കിട്ടി. ഇനി 29-ാം അധ്യായത്തിലെ 30-ാമത്തെ വാക്യം 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 31-ാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം 29-ന്റെ 31-ാമത്തെ വാക്യം. ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടു, അവളുടെ ഗർഭത്തെ തുറന്നു. ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടു. ലേയ ആർക്ക് അനിഷ്ട? യാക്കോബിന് അനിഷ്ടയെന്ന് യഹോവ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവം അവളുടെ ഗർഭത്തെ തുറന്നു. അടുത്ത വാക്കിൽ എഴുതിയിരിക്കുന്ന റാഹേലോ മച്ചിയായിരുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം
ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഞാൻ നാട്ടിലെ കാര്യമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു 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 പറച്ചിൽ ഞാൻ പറയാം. ബാല്യത്തിൽ അല്ല അവരുടെ ബാല്യത്തിലും കൗമാരത്തിലും മാതാപിതാക്കളുടെ സംരക്ഷണയും, യൗവനത്തിൽ ഭർത്താവിന്റെ സംരക്ഷണയും, വാർദ്ധക്യത്തിലോ മക്കളുടെ സംരക്ഷണം. ഞാൻ അമേരിക്കയിൽ ഒന്നും കാര്യമല്ല പറഞ്ഞു, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വാർദ്ധക്യത്തിലായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അറിയാമോ, ഓൾഡ് ഏജ് ഹോമിലോട്ടാ. നമ്മുടെ നാട്ടിലിപ്പോ അങ്ങനെയൊക്കെ ആയി കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പം സ്വന്തം വൃദ്ധസാധനമൊന്നും പിന്നെ പകൽ വീടെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ പിള്ളേർക്ക് അപ്പനെ അമ്മയൊന്നും നോക്കാൻ നേരമില്ലാത്തതുകൊണ്ട് സ്വന്തം ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് ഡംപ് ചെയ്തേക്കുക. ഇവിടെ നമ്മള് ഇപ്പൊ വെസ്റ്റേൺ സമ്പ്രദായങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിലും വന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ നോക്കൂ, ദൈവത്തിന്റെ സ്തോത്രം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ബാല്യത്തിലും കൗമാരത്തിലും സ്തോത്രം അപ്പന്റെ അമ്മയുടെ സംരക്ഷണയും, യൗവനത്തിൽ ഭർത്താവിന്റെ സംരക്ഷണയും, അവൾക്കൊരു വിശ്രാമം എന്നാണ് പറയുന്നത്. ഭർത്താവ് അവൾക്കൊരു വിശ്രാമമാണെന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ലേയായെ സംബന്ധിച്ചോളം സ്വന്തം ഭർത്താവ് അവളെ സ്നേഹിക്കുകയോ കരുതുകയോ ഒന്ന് സംസാരിക്കുകയോ ഒരു മിണ്ടാട്ടമോ ഒന്ന് അടുത്തിരിക്കുകയോ ഒന്നുമില്ലെങ്കിൽ, ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ഭർത്താവ് എപ്പോഴും കുറുവനായി എപ്പോഴും ഒരുമാതിരി മസിൽ പിടിച്ചിരിക്കുന്ന പുള്ളിയാണെങ്കിൽ, ഒരു കർക്കശക്കാരനാണെങ്കിൽ, ഇച്ചിരി സ്നേഹവും ഇച്ചിരി സന്തോഷവും ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ, ആ സ്ത്രീയെ സംബന്ധിച്ചോളം ഭർത്താവിനെ കുറിച്ച് എന്തായിരിക്കും? ഇവിടെ അങ്ങനെയുള്ള ഭർത്താക്കന്മാർ ഇല്ലാത്തോണ്ട് ഞാൻ ദൈവത്തെ നിങ്ങളൊക്കെ മോഹനല്ല അറിയാം, നിങ്ങൾ അങ്ങനെയുള്ള ഭർത്താക്കന്മാരാകുക. നിങ്ങൾ സ്ത്രീകളെ കണ്ട സൗകര്യമാരെ കണ്ടാൽ അറിയാം ഭർത്താക്കന്മാർക്ക് നല്ല സ്നേഹം കിട്ടുന്നവരാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇരിക്കത്തില്ലല്ലോ, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ വരത്തില്ലല്ലോ. എന്നാൽ ഈ സ്ത്രീയെ സംബന്ധിച്ചോളം ദൈവത്തിന് സ്വന്തം ഭർത്താവിന്റെ ഒരു കൺസേൺ ലഭിക്കാത്തത് കൊണ്ട് ഈ ഭൂമിയിൽ ഏറ്റവും ദുഃഖിതയായി വേദനപ്പെട്ട് ഒന്നോട് പറയുന്നത്, അവൾ വായിക്കുന്ന ഇങ്ങനെയാണ്, അവൾ അനിഷ്ട എന്ന് കണ്ടപ്പോൾ ദൈവം അവളുടെ ഗർഭത്തിൽ തുറന്നു. അവൾ യാക്കോബിനൊരു ഒരു മകനെ പ്രസവിച്ചു. ഇസ്രായേലിന്റെ വനിതകൾക്ക്, ഇസ്രായേലിന്റെ സ്ത്രീകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹം എന്നറിയാമോ? ഒരു വലിയ അനുഗ്രഹം, മക്കളെ പ്രസവിച്ച് രക്ഷപ്രാപിച്ചു കൊടുക്കാണ്. ഇസ്രായേലിന്റെ വനിതകൾ ദൈവത്തിന് സ്തോത്രം, മതിയായിരിക്കുന്നവൾ സമൂഹത്തിൽ ശപിക്കപ്പെട്ടവളാണെന്ന്, ശാപം പേറിയവളാണെന്ന്, മറ്റവൾ ശാപം പേറിയവളെ പോലെ ഇരിക്കുമ്പോൾ, സ്തോത്രം യാക്കോബിന്റെ ഇഷ്ട ഭാജനമാണെങ്കിൽ ശാപം പേറിയവളെ പോലെ ഇരിക്കുമ്പോൾ ദൈവം എവിടെ കഷ്ടത, ഇവിടെ സങ്കടം കണ്ടു. അങ്ങനെ ഇരിക്കുന്നത്, യഹോവ എന്റെ സങ്കടം കണ്ടു, എനിക്ക് ഇവനെ തന്നു എന്ന് പറഞ്ഞ് അവന് രൂപേൻ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. ഞാൻ അച്ചായ നല്ല സ്വരൂപത്തിൽ ഒരു മകനെ പ്രസവിച്ചത്, ഏതായാലും എന്റെ സങ്കടം കർത്താവ് കണ്ടു, ഇപ്പോൾ എന്റെ ഭർത്താവിനോട് സ്നേഹം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവൾ പ്രതീക്ഷയോട് എന്ത് പേരിട്ടു? രൂപേൻ എന്ന് പേരിട്ടു. ചാക്കോച്ചിന് യാതൊരു മാറ്റമില്ല. ചാക്കോച്ചിന് നമ്മുടെ പേരിന്റെ ഇപ്പോഴത്തെ തൽഭവമാണ്. യാക്കോബിന് ഒരു വ്യത്യാസമില്ല. പണ്ടേ നിഷ്ഠൂര സ്വഭാവം, പഴയ സ്വഭാവം, കാകപ്പാട് വക്രമുഷ്ടിയായി ക്രൂരനായി ജീവിക്കുക. രണ്ടാമതും ഗർഭം ധരിച്ച് അവൾ ഒരു മകനെ പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അനിഷ്ട എന്ന് കണ്ടിട്ട് കർത്താവ് ഇവനെ എനിക്ക് തന്നു എന്ന് പറഞ്ഞവനെ രൂപേ ഷിമിയോൻ എന്ന് പേര്. രണ്ടു മക്കളെ പ്രസവിച്ചിട്ടും യാക്കോബിന് വ്യത്യാസമില്ല. മൂന്നാമത് ഗർഭം ധരിച്ച് അവൾ ഒരു മകനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ഞാൻ യാക്കോബിന് 3 പുത്രന്മാരെ പ്രസവിച്ചു. നമ്മളിവിടെ പറയും, ഒന്നി തോറ്റാൽ ഈ കൈക്ക് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ പോലും എന്റെ വേഴ്സ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും. അതാ ഞാൻ പറഞ്ഞു, ഈ കൈക്ക് എന്റെ അച്ചായൻ എന്നോട് പറ്റിച്ചേരും എന്ന് പറഞ്ഞ് അവൾ പ്രതീക്ഷയോട് അവൻ എന്ത് പേരിട്ടു? ലേവി എന്ന് പേരിട്ടു. 1, 2, 3 യൂലേയ്, ശിമിയോൻ, ലേവി എന്നീ 3 മക്കളെ പ്രസവിച്ചിട്ടും യാതൊരു വ്യത്യാസമില്ല. അവൾക്കങ്ങ് ഭയങ്കര സങ്കടമായി, അവൾക്കങ്ങ് വേദനയായി. അവൾ 4ാമതും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവളൊരു തീരുമാനമെടുത്തു. അവളെന്ന് പറഞ്ഞു, ഞാനിപ്പോൾ ദൈവത്തെ സ്തുതിക്കും എന്ന് പറഞ്ഞ് അവന് യഹൂദ എന്ന് പേരിട്ടു. ഞാൻ യാക്കോബിന്റെ മുഖത്തേക്ക് നോക്കത്തില്ല. ഇനി ഞാൻ ആ കുടുംബാംഗങ്ങളുടെ മുഖത്തേക്ക് നോക്കിയല്ല. ഇനി ഞാൻ മനുഷ്യമുഖങ്ങളിലേക്ക് നോക്കത്തില്ല. മനുഷ്യമുഖങ്ങളിലേക്ക് നോക്കിയാൽ ഞാൻ ലജ്ജിച്ചു പോകുകയുള്ളൂ. ഞാൻ ഇത്രയും കാൽ പ്രതീക്ഷയോടെ കാത്തിരുന്നു ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഞാൻ അനിഷ്ടയായി തീർന്നു, ഞാൻ നിന്ദിക്കപ്പെട്ടവളായി തീർന്നു. ഞാൻ ഇനി മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കത്തില്ല. ഞാൻ ഇനി ദൈവത്തെ സ്തുതിക്കും. ഞാൻ അവിടെ നിന്ന് ദൂത് പറയാം. ഹല്ലേലൂയ. നാം ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കുന്നതോടുകൂടെ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുകയാണ്. ഹല്ലേലൂയ.
ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം എവിടെയാണെന്ന് അറിയാമോ? ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുന്നതോടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ വലിയ വിഷമസന്ധിയുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ ഒറ്റപ്പെട്ടവനാ, ഞാൻ നിന്ദിക്കപ്പെട്ടവനാ, എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല, ഞാൻ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ല എന്ന് പറഞ്ഞ് വേദനയോട് ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ അധികാരത്തിൽ ഞാൻ പറയട്ടെ, നീ കലവറ കൂടാതെ കർത്താവിനെ സ്തുതിക്കാൻ ആരംഭിക്കുക, ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കുക. ദൈവത്തിന്റെ വചനം പറയുന്നു ഹല്ലേലൂയ, അവൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങിയതുകൂടെ ദൈവം അവൾക്ക് വലിയ വ്യത്യാസം വരുത്തും. പിന്നെ അവൾ കുരുവൃത്തായിട്ട് വായിക്കുന്നില്ല, അവൾ പദം പറഞ്ഞ് കരുതായിട്ട് വായിക്കുന്നില്ല. അവിടെ നമ്മുടെ യുവക്കള് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുന്നതോടുകൂടെ ദൈവം നമ്മുടെ അവസ്ഥകൾക്കെല്ലാം വ്യത്യാസം വരും. Praise the Lord. Praise the Lord. ഈ സ്തുതി എന്ന അർത്ഥമുള്ള ഈ കുടുംബത്തിലാണ് ആര് ജനിച്ചത്? യബേസ് ജനിച്ചത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നാം ദൈവത്തെ സ്തുതിക്കുന്നതോടുകൂടെ നമ്മുടെ ജീവിതത്തിന് കർത്താവ് വ്യത്യാസം വരുത്തുക. ദൈവം നിന്നെ മാന്യനാക്കി തീർക്കുകയാണ്. രണ്ടാമതായി നാം യഹൂദയെ കുറിച്ച് പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ യാക്കോബ് വയസ്സ് എന്ന് വൃദ്ധനായി. നിങ്ങൾ ശ്രദ്ധിക്കണേ, കുഞ്ഞുങ്ങളൊക്കെ കഴിഞ്ഞോട്ടെ, എന്നാലും നിങ്ങളുടെ കാതുകൾ ദൈവത്തിന്റെ സ്വന്തം എന്റെ ശബ്ദത്തിലേക്ക് തിരിച്ചാട്ടെ. യാക്കോബ് വയസ്സ് എന്ന് വൃദ്ധനായിരിക്കുമ്പോൾ തന്റെ മക്കളെല്ലാം അടുക്ക വിളിച്ചവരെ അനുഗ്രഹിക്കുക. അവരെ അനുഗ്രഹിക്കുമ്പോൾ പണ്ട് അപ്പച്ചന്മാരൊക്കെ അങ്ങനെയായിരുന്നു. പഴയ നിയമത്തിലെ പിതാക്കന്മാരൊക്കെ അവർ പ്രായം എത്തുമ്പോൾ മക്കളെല്ലാം അടുക്ക വിളിച്ച് അനുഗ്രഹിക്കും. എങ്ങനെ അനുഗ്രഹിക്കുന്നത്? മനസ്സ് തെളിഞ്ഞ് അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇസഹാക്ക് വയസ്സ് എന്ന് വൃദ്ധനായിരുന്നപ്പോൾ സ്തോത്രം യേശാവിനെ വിളിച്ച് പറഞ്ഞു, നീ പോയി വേട്ട തേടി ഇറച്ചി കൊണ്ടുവന്ന നല്ല അത് ഫ്രൈ ആക്കി നല്ല അപ്പവും കൊണ്ടുത്താൻ ഞാൻ തിന്ന് തൃപ്തനായി മനസ്സ് തെളിഞ്ഞ് നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ മനസ്സ് തെളിഞ്ഞ് അനുഗ്രഹിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അനുഗ്രഹത്തിന് പകരം ശാപമായി. ഇന്ന് ചില അമ്മച്ചിമാരൊക്കെ ചില പിള്ളേരെ ശമിക്കുന്നത് കേട്ടിട്ടുണ്ട്. പിള്ളേർക്ക് കുസൃതിയല്ലേ, വലിയ നൊട്ടേരീസല്ലേ. അപ്പൊ സോദരൻ ചില പിള്ളേരോട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നിനക്ക് ഗുണം വരാതെ പോട്ടെ, നീ ഒരു നാശകാലം കണ്ട ആശക്കോടാക്കി അവർക്ക് പറഞ്ഞ് ഇങ്ങനെ ശമിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ആളുകൾ ശമിച്ചാൽ ശാപമാകത്തില്ല, അനുഗ്രഹിച്ചാൽ അനുഗ്രഹമാകത്തില്ല. കാരണം അങ്ങനെയുള്ള ചെറുപ്പത്തിലെ ഇച്ചിരി കുസൃതിയൊക്കെ പിള്ളേരെ അവര് വളർന്നു വരുമ്പോൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. എന്നാൽ അന്നതല്ല, അന്ന് ശമിച്ചാൽ ശാപം, അനുഗ്രഹിച്ച അനുഗ്രഹം. അതുകൊണ്ട് മനസ്സ് തെളിഞ്ഞ് അനുഗ്രഹിക്കുന്നു. യാക്കോബും മനസ്സ് തെളിഞ്ഞ് മക്കളെ അനുഗ്രഹിച്ചു. ദൈവത്തിന് അതാണ് 49 അധ്യായത്തിലെ അനുഗ്രഹത്തിന്റെ വാക്കുകളാണ്. ഇങ്ങനെ രൂപേ, ശിമയോൻ, ലേവി ഇവരെല്ലാം അപ്പച്ചൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി അവരെല്ലാം സോദരൻ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ 4ാമത്തെ ഊഴം യഹൂദയുടെ ഊഴമായി. യഹൂദ അടുത്തു വന്നു സോദരൻ യാക്കോബിന്റെ മുമ്പിൽ മുട്ടുകുത്തി. യാക്കോബ് അവന്റെ ശിരസിലേക്ക് ഇങ്ങനെ കരം വെച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കണ്ണടച്ച് ഇങ്ങനെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാക്കോബ് ഒരു കാഴ്ച കണ്ടു. എന്താ കാഴ്ച എന്നറിയാമോ? യാക്കോബ് ഇങ്ങനെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാക്കോബ് കണ്ട കാഴ്ച, യഹൂദയിൽ നിന്നൊരു സിംഹം എഴുന്നേറ്റ് വരുന്ന കാഴ്ച കണ്ടു. യാക്കോബ് അങ്ങ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. യാക്കോബ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യഹൂദായേ, സഹോദരന്മാരെല്ലാം നിന്നെ പുകഴ്ത്തും. ആ 48 വാക്യമാണ്. യഹൂദായേ, സഹോദരന്മാരെല്ലാം നിന്നെ പുകഴ്ത്തും. യഹൂദായിൽ എഴുന്നേറ്റ് വന്ന സിംഹം ആരാന്നറിയാമോ? ആരാണ് യഹൂദായിലെ സിംഹം? ആരാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഹല്ലേലൂയ. ഞാൻ അവിടെ ഇങ്ങനെ പറയട്ടെ, എബേസ് സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി തീരുവാനുള്ള അടുത്ത കാരണം, രണ്ടാമത്തെ കാരണം, അവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹം ജനിച്ച അതേ കുടുംബത്തിലാണ് ജനിച്ചത്. ഇന്ന് രാത്രി എന്റെ നിങ്ങളുടെ മാന്യത അറിയാമോ? ഹല്ലേലൂയ. യേശു ജനിച്ച അതേ കുടുംബത്തിൽ, അതാ ഈ കുടുംബം എന്ന് പറയുന്നത്. യേശു ജനിച്ച അതേ കുടുംബത്തിൽ എനിക്ക് നിങ്ങൾക്ക് ജനിപ്പാൻ കഴിഞ്ഞു. നമ്മുടെ മാന്യത ഏതാണ്? ഹല്ലേലൂയ. ചില ആളുകളുടെ കുടുംബ പേരൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒറ്റക്കൊള്ളുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ വലിയ കുടുംബത്തിൽ ജനിച്ചതാണ്. ഞങ്ങളുടെ തിരുവല്ലായില് എനിക്ക് പണ്ടൊരു ബുള്ളറ്റാണ് ഉണ്ടായിരുന്നു. ഈ കണ്ണൂരിലൊക്കെ പോകുമ്പോൾ ബുള്ളറ്റിലാണ് പോകുന്നത്. അപ്പം തിരുവല്ലായി സാധാരണ ചെന്ന് പെട്രോൾ അടിക്കുന്ന ഒരു പെട്രോൾ പമ്പുണ്ട്. അവിടെ ഒരു പ്രായമുള്ള അച്ഛൻ, നീണ്ട ജുബ്ബായൊക്കെ ഇട്ട ഒരു അപ്പച്ചനുണ്ട്. അപ്പൊ ഞാൻ സാധാരണയായിട്ട് ഇവിടെ ചെന്ന് പെട്രോളൊക്കെ അടിച്ചു പോകുന്നത്. അപ്പം ഈ അപ്പച്ചന് മിക്കവാറും ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് എന്നോട്, ഹായ് പാസ്റ്റർ, എന്നോട് വിശേഷം എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാനിങ്ങനെ എനിക്ക് ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവിനോട് ചോദിച്ചു, നീ ഇത്രയും പ്രാവശ്യം ഈ അപ്പച്ചനെ കണ്ടു, നീ അപ്പച്ചനോട് സുവിശേഷം പറഞ്ഞു ചോദിച്ചു. ഞാൻ നടുവില് ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ പോകുന്നത്, എന്തായാലും അപ്പച്ചൻ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആരുമായിട്ടൊക്കെ ഒരുങ്ങി ഇങ്ങനെ ഫില്ല് ചെയ്ത് ഞാൻ അവിടെ ചെന്ന് പെട്രോളൊക്കെ അടിച്ചപ്പോൾ ഞാൻ ഈ അച്ഛനാണ് നിന്നും ഇറങ്ങി വന്നിരുന്നത്. എന്നെവിടെ കണ്ണീഷനൊക്കെ ചോദിച്ചു അതാരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പച്ചാ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചോദിച്ചു. അതെന്താ ചോദിച്ചോളാം പറഞ്ഞു. ഞാൻ ചോദിച്ചു, അപ്പച്ചാ കർത്താവ് വരാതായി,
ഇനി ഇങ്ങനെ കാലം ഒത്തിരി ഒന്നും അറിയുന്നില്ല. കർത്താവ് വന്നാൽ നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് അപ്പച്ചൻ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ ഈ അപ്പച്ചൻ എന്നോട് പറയുകയാണേ, അതെ നിങ്ങളെ പോലുള്ള പിള്ളേച്ചന്മാർക്കാണ് ഇങ്ങനെ ഒരുങ്ങൊക്കെ ചെയ്യേണ്ടത്. പാസ്റ്റർക്ക് അറിയാമോ, ഉപദേശിക്ക് അറിയാമോ, ഞാൻ നല്ല മതിലെ കൊടുത്ത ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞു. ഞാൻ നല്ല മതിലേ കൊടുത്ത ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞു. ഞാൻ ഒട്ടും എനിക്കാണ് ചില എന്തെങ്കിലും പറഞ്ഞ പെട്ടെന്ന് മറുപടി പറഞ്ഞ വലിയ വിഷമമാണ്. അപ്പൊ ഞാനൊക്കെ ചിരിച്ചു പറഞ്ഞു, എന്റെ അപ്പച്ച നല്ലതൊന്നും മതിലേ കുരുക്കരുതെന്ന് പറഞ്ഞു. നല്ലതൊന്നും മതിലെ കുരുക്കോ, തേക്കോ വീട്ടിയോ തേമ്പാവോ വല്ലതും മതിലെ കുരുക്കോ, ചപ്പും കുപ്പയൊക്കെ മതിലെ കുരുക്കുള്ളൂ. നമ്മൾ ഈ അബദ്ധ പഞ്ചാംഗമൊക്കെ വിട്ടുകളയണം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ചില പാരമ്പര്യം പെന്തിക്കോസ് വന്നിട്ടും ചിലർക്ക് പറയുന്ന പാരമ്പര്യമൊക്കെ കേട്ടാൽ തമ്പുരാനെ നമ്മൾ മുഖത്ത് വെല്ല് വെച്ചു പോകും. എന്നാ നമ്മുടെ പാരമ്പര്യം പത്രോസിക പറയുന്നത് വ്യർത്ഥവും വ്യർത്ഥവും പൊതുപാരമ്പര്യമായി നമ്മൾ നടപ്പിൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്നെ വെള്ളി മുതൽ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തുവൻ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വലിയ രക്തം കൊണ്ട് അത്ര ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ സന്തോഷം അറിയാമോ, വിശ്വാസത്താൽ ദൈവത്തിന്റെ കൃപയാൽ ആ കുരിശിന്റെ ചോട്ടിൽ ജനിപ്പാൻ കഴിഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുടുംബമഹിമ ഊറ്റം കൊള്ളാനുണ്ടെങ്കിൽ കുരിശുമൂട്ടിലെ കുടുംബമേ ഉള്ളൂ. അത് ഏതാണ് കുരിശിന്റെ ചോട്ടിൽ എനിക്ക് നിങ്ങൾക്ക് ജനിപ്പാൻ കഴിഞ്ഞത്. സന്തോഷം ഉണ്ടെങ്കിൽ കൈവെട്ടുന്ന കഥാവിനെ ചൊല്ലിച്ച് ഇന്ന് രാത്രി ആ കുടുംബത്തിൽ ജനിപ്പാൻ കഴിഞ്ഞത് നമ്മുടെ ഭാഗ്യം. അതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എബേസിന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി തീരുവാൻ കാരണം അവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹം ജനിച്ച അതേ കുടുംബത്തിൽ ഇന്ന് രാത്രി ആ യൂദായുടെ സിംഹമായ യേശു ക്രിസ്തു ജനിച്ച അതേ കുടുംബത്തിൽ ജനിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ആ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. മൂന്നാമത്തെ നമുക്ക് യഹൂദായെ കുറിച്ച് പഠിക്കാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം, യഹൂദ ഒരു ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗോത്രമാണ്. 78 സംഘത്തിന് 68 വാക്യം. 78 സംഘത്തിന് 68 വാക്യം. Psalms number 78 verse 68. 78. അവൻ യഹൂദാ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സീയോൻ പർവ്വതത്തെയും തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എബേസിന്റെ സഹോദരന്മാരെക്കാൾ മാന്യനായി തീരുവാനുള്ള മൂന്നാമത്തെ കാരണം അവൻ തെരഞ്ഞെടുക്കപ്പെട്ട ഗോത്രത്തിൽ ജനിച്ചവനാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കൾ ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ സ്തോത്രം യാദൃച്ഛികമായി ഇതിനകത്ത് വന്നുപെട്ടതല്ല. ദൈവം നമ്മെ തെരഞ്ഞെടുത്ത, വി ആർ ദ ഇലക്റ്റഡ് വൺസ്. നാം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ ഉദ്ദേശി ഞങ്ങളുടെ വീട്ടിൽ കാലത്തും വെട്ടും കയറി ഇറങ്ങി ആ ഉദ്ദേശി ഇങ്ങനെ ബ്ലാ 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 പറഞ്ഞ് ആറ്റൊക്കെ പഠിച്ച് ഞങ്ങളെ ഇതിനകത്ത് മയക്കി ഇതിനകത്ത് കൊണ്ടുവന്നാണ് ആരും ഇതുവരെ സാക്ഷ്യം പറഞ്ഞിട്ട് കിട്ടും. ഞാൻ 37 വർഷമായി ക്ലാസ്സിലായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇന്ന് വരെ ഇങ്ങനെ ആരും സാക്ഷ്യം പറഞ്ഞു കേട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളാരും അങ്ങനെ വന്നാണോ? അല്ല, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവം നമ്മളെ എന്നാ തിരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഉരുവാകും മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ തെരഞ്ഞെടുപ്പിനെയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ തിരഞ്ഞെടുത്തതാണ്. എന്തിനാണ് നമ്മെ തിരഞ്ഞെടുത്തത്? ദൈവത്തിന്റെ വാദം പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്പാൻ, അങ്ങനെയുള്ള ഫലം, നിലനിൽക്കുന്ന ഫലം കായ്പാൻ നമ്മെ അവൻ തിരഞ്ഞെടുത്തു. നാം തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എബേസിന്റെ സഹോദരന്മാരെക്കാൾ മാന്യനായി തീരുവാൻ കാരണം അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. യഹൂദയെ കുറിച്ച് പഠിക്കാൻ കഴിയുന്ന അടുത്ത ചിന്ത യോശുവ മരിച്ചു കഴിഞ്ഞ ശേഷം കനാനിയോട് യുദ്ധം ചെയ്യേണ്ടതിന് ഞങ്ങൾ ആരാണ് മുമ്പേ പോകേണ്ടതെന്ന് ആ സ്തോത്രം യഹോവയുടെ ആലോചന ചോദിപ്പാനായി ചെന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 1-2 വാക്യം. ന്യായാധിപന്മാർ ജഡ്ജസ് ചാപ്റ്റർ 1 verse 1 and 2. നോക്കൂ. ന്യായാധിപന്മാർ 1-2 വാക്യം. After the death of Joshua, the Israelites asked the Lord, which tribe should go first to attack the Canaanites? ഞങ്ങൾ ആരാകുന്നു കനാനിയോട് യുദ്ധം ചെയ്യാൻ ആദ്യം പുറപ്പെടുന്നത്? ദൈവം എന്ത് പറഞ്ഞു? യഹൂദ പുറപ്പെടട്ടെ. പിന്നെ ഞാൻ ദേശം അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. അപ്പൊ യുദ്ധം ചെയ്യാൻ പോകുന്നത് ആരാ? ദേശം പിടിച്ചടക്കാൻ പോകുന്നത് ആരാ? ദേശം വിശാലമായി നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. വാഷിംഗ്ടണിൽ ദൈവം നിങ്ങളെ കൊണ്ടാക്കി വെച്ചിരിക്കുന്നു. എല്ലാവരും നിങ്ങളെ കൊണ്ടാക്കി വെച്ചിരിക്കുന്നു. ഞാൻ പറയട്ടെ, വിശാലമായ ദേശം നിന്റെ മുൻപിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ കൊയ്ത്തിനാണ് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മളൊരു വലിയ വാർഫെയറല്ല. ശത്രു
ദേശങ്ങളെ പിടിച്ചടക്കി വെച്ചിരിക്കുമ്പോൾ, ശത്രു കുടുംബങ്ങളെ പിടിച്ചടക്കി വെച്ചിരിക്കുമ്പോൾ, ശത്രു അനേക ജീവിതങ്ങളെ, അനേക ആത്മാക്കളെ താൻ പിടിച്ചു ബന്ധിച്ചിട്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ സ്തുതിക്കുന്നവനെ സ്തോത്രം സ്തോത്രം സ്തോത്രം, നീയാണ് പുറപ്പെടേണ്ടത്. ഹല്ലേലൂയ. അറിയാമോ, ശത്രുവിന്റെ അവകാശവാദങ്ങളെ മുറിച്ച് ഹല്ലേലൂയ അവന്റെ ഭൂമിയിൽ കിടക്കുന്ന, അവന്റെ ബന്ധനത്തിലായിരിക്കുന്ന ജീവിതങ്ങളെ അവനോട് യുദ്ധം ചെയ്ത് ജയിച്ചവരെ പുറത്തു കൊണ്ടുവരുവാൻ ഒരു വലിയ ദൗത്യമാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അറിഞ്ഞിരിക്കണം. ഞാൻ ചെയ്യപ്പെട്ടത് എന്റെ കാര്യം ശരിയായി. സോദരൻ സോദരൻ പറഞ്ഞിടുമേ ഞാൻ പറഞ്ഞിടുമേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പിന്നെ കാലം നീട്ടിയിരിക്കുക. കർത്താവിന്റെ എന്നോട് വിശേഷം കർത്താവ് പിന്നെ എന്റെ പാസ്റ്ററെ കാഹളം ധ്വനിക്കണം, എനിക്ക് പോകണം. അയൽക്കാരന്റെ കാര്യമോ? അതെനിക്ക് വിഷയമല്ല നീ, അതെനിക്ക് വിഷയമല്ല നീ. അതല്ല, ഞാൻ പറയട്ടെ, എത്ര ബന്ധിക്കപ്പെട്ട ജീവിതങ്ങൾ, ശത്രു അനേക ജീവിതങ്ങൾ ബന്ധിച്ചിരിക്കുമ്പോൾ, അനേക കുടുംബങ്ങളെ ബന്ധിച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദേശം അവകാശമാക്കുവാൻ ദൈവം നിന്നെയാക്കി വെച്ചിരിക്കുന്നത്. ആര് പുറപ്പെടണം? ആരാധിക്കുന്നവൻ പുറപ്പെടണം. ഞാൻ പറയട്ടെ, ആരാധിക്കുന്നവനെ ദേശം കൈവശമാക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ഏറ്റവും മാന്യൻ ആരാന്നറിയാമോ? ആരാണ് മാന്യൻ? ആത്മാക്കളെ നേടുന്നവനാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഞാൻ വലിയ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് വലിയ വീട് മേടിച്ചു. ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കി, ഒത്തിരി ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി. അതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കത്തില്ല. അതൊക്കെ ചൗപ്പരി വരെയേ ഉള്ളൂ കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ചൗപ്പരിക്ക് ചെന്ന് കഴിയുമ്പോൾ ഹല്ലേലൂയ, കയ്യോ കാതിലോ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ പറിച്ച് മാറ്റി വെച്ചേ അങ്ങോട്ട് വിടത്തുള്ളൂ. ഇലവേലുള്ള അച്ചായന് സ്തോത്രം മരിച്ച് ശവം അടക്കി കൊണ്ടുപോയി. അപ്പോൾ അച്ചായനെ അടക്കിയപ്പോൾ അടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അടക്കിയപ്പോൾ സ്വതന്ത്രം രണ്ട് പിള്ളേർ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അച്ചായന് ഇങ്ങനെ മരിച്ച് ബോഡിയൊക്കെ പിന്നെ ചൂടിലൊക്കെ ഇരിക്കുന്ന ആളായിരുന്നു. വെച്ചപ്പോൾ അച്ചായന്റെ കയ്യൊക്കെ എടുത്തൊരു മോതിര ഊരിയെടുക്കാം, ബാക്കിയൊക്കെ കഴുത്തൊക്കെ നോക്കി ഊരിയെടുത്തു, ഒരു മോതിര ഊരിയെടുക്കാൻ തക്കണം ഇതിന്. അപ്പം സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ആളുകൾ അവർ ചോദിച്ചു, എന്നാൽ അപ്പച്ചന്റെ മോതിരം അപ്പച്ചന്റെ കയ്യെ കിടന്നു, നമുക്ക് എടുക്കുന്നെന്നും പറഞ്ഞു ഈ അപ്പച്ചന്റെ മോതിരം ഇട്ടുകൊണ്ട് അപ്പച്ചനെ അടക്കി. രണ്ട് സ്കൂളിൽ പഠിച്ച് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിച്ചുകൊണ്ട് 2 പിള്ളേരിത് കണ്ടു. അവരിത് കണ്ടുവെച്ചു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ യുവമാർ രണ്ടും കൂടെ സെമിത്തേരി ചെന്നിട്ട് ഈ കല്ലറ വെട്ടിപ്പൊളിച്ചിട്ട് ഈ അപ്പച്ചന്റെ സ്വതന്ത്രം പെട്ടി തുറന്ന് അപ്പച്ചന്റെ കയ്യേറെ, അപ്പഴത്തന്നെ പഴുത്തൊക്കെ ശരിയായി, അപ്പച്ചന്റെ കയ്യേറെ മോതിരം ഊരി. ഒരു ദിവസം പിന്നെ നോക്കിയപ്പോൾ സെമിത്തേരിയിൽ അപ്പച്ചന്റെ ശവരീരം പുറത്തിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ തേടി പിടിച്ച് എന്നാ പറഞ്ഞോ ഈ പിള്ളേര് സ്വതന്ത്രം ഈ മോതിരം കണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായോ? അടക്കിയാ പോലും പലരും ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്വന്തം തന്നുവിടത്തില്ല കേട്ടോ, തന്നുവിടത്തില്ല. അങ്ങനെ ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് വല്ലതും കൊണ്ടുപോകാൻ പറ്റുമോ? എന്നാൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരുപിടി ആത്മാക്കളുമായി കടന്നു ചെല്ലുവാൻ. കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചു, നീ എനിക്ക് ആത്മാക്കളെ തന്നു. ഞാൻ സുവിശേഷം പറഞ്ഞു, നീ എനിക്ക് ആത്മാക്കളെ തന്നു. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തു, നീ എനിക്ക് ആത്മാക്കളെ തന്നു. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതേ ഉള്ളൂ, ആത്മാക്കളെയാണ്. നാം നേടിയ ആത്മാക്കളുമായി നമുക്ക് ഇവിടെ ചെല്ലുവാൻ കഴിയും. അതിന് നമുക്ക് പ്രതിഫലമുള്ളത്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന എന്റെ കയ്യിൽ ദൈവം ദേശം ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്താ ദൈവം പറഞ്ഞത്? യഹൂദ പുറപ്പെടട്ടെ, ഞാൻ അവന്റെ കയ്യിൽ. ക്ഷണിച്ചില്ലല്ലോ, ഞാൻ വേഗം വാക്കുകൾ അവസാനിപ്പിക്കുക. അടുത്ത കാര്യം പറയുന്നത് ഹോശേയ 6:11 വാക്യമാണ്. ഹോശേയ 6:11 വാക്യം. ഹോശേയ 6:11 വാക്യം. ഞാനിന്ന് ജലത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്ക് ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. അതിന്റെ മുമ്പിൽ ഒരു വണ്ടി യഹൂദായെന്ന് വിളിച്ചുകൊണ്ടാണ്, അല്ലേ? അങ്ങനല്ലേ? യഹൂദയെ എന്ന് വിളിച്ചുകൊണ്ടാണ്. യഹൂദയെ, ഞാനെന്ന ജലത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്ക് ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി അതിനകത്തൊരു ദൂതുണ്ട് കേട്ടോ. യഹൂദയെ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് യഹൂദയെ എന്ന് വിളിക്കുന്ന ആരെയാണ്? സ്തുതിക്കുന്നവനെ, ആരാധിക്കുന്നവനെ, ഉപവസിക്കുന്നവനെ, പ്രാർത്ഥിക്കുന്നവനെ. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുമ്പോൾ, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്ക് ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പൈതലെ ഞാൻ പറയട്ടെ, ദൈവത്തെ ആരാധിക്കും, ദൈവത്തിന്റെ പൈതലെ ദൈവസന്നിധി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ മക്കളോട് ഞാൻ പറയട്ടെ, ദൈവം നമുക്കൊരു കൊയ്ത്ത് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ സഭയോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന, ദൈവസന്നിധിയിൽ കർത്താവിനെ പരമാത്മയോടെ സേവിക്കുന്ന
ദൈവത്തിന്റെ മക്കളോട് ഞാൻ പറയട്ടെ, ദൈവം ഈ സഭയ്ക്കൊരു കൊയ്ച്ചു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അനേക ആത്മാക്കളെ കൊയ്തെടുക്കുന്ന, അനേക കുടുംബങ്ങളെ കൊയ്തെടുക്കുന്ന, അനേക യൗവനക്കാരെ കൊയ്തെടുക്കുന്ന, ഹല്ലേലൂയ, ഒരു വലിയ കൊയ്ത്തിലേക്ക് ദിവസങ്ങളിൽ ദൈവം നമ്മെ നയിക്കുവാൻ പോവുകയാണ്. എന്ത് വേണം? ദൈവത്തെ ശക്തിയോടെ ആരാധിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ ശക്തിയോടെ ആരാധിക്കണം. ആരാധിക്കും ദൈവത്തിന്റെ പൈതൽ ദൈവം ഒരു കൊയ്ത്തു വെച്ചിരിക്കുന്നു. Praise the Lord. Praise the Lord. അവസാന ഭാഗത്തേക്ക് നാം കടന്നു വരികയാണ്. അവസാനമായി നമ്മൾ ചിന്തിക്കുമ്പോൾ സെഖരിയ 12:6 വാക്യം, സെഖരിയ 12:6 വാക്യം വായിച്ചു കേൾക്കൂ. സെഖരിയ 12:6. അന്നാളിൽ ഞാൻ യഹൂദ മേധാവികളെ വിറകിന്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റകളുടെ ഇടയിൽ തീപ്പന്തം പോലെയാക്കും. ആരെയാ വിളിക്കുന്നത്? യഹൂദ മേധാവികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിന് നടുവിൽ നിന്ന് ദൈവം ചില ലീഡേഴ്സിനെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്, ചില നായകന്മാരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. Praise the Lord. ഞാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ സഹോദരി സഭയുള്ള ദൂത് ദൈവത്തിന്റെ ആത്മാവിൽ പറയട്ടെ, ഈ സഭയ്ക്കകത്തും ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിന് നടുവിൽ നിന്നും ദൈവം ഈ ദിവസങ്ങളിൽ ചില ജീവിതങ്ങൾ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്, ചില ജീവിതങ്ങൾ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് നിന്ന് ചില മേധാവികൾ, ഒന്നുകൂടെ പറയാം, വ്യക്തമായിട്ട് പറയാം, ചില ലീഡേഴ്സിനെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. എന്തിനറിയാമോ? 2 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. 2 കാര്യങ്ങൾ. ദൈവം ഇതിനകത്ത് നിന്ന് ഒരു നായകനായി, ഒരു ലീഡറായി, ഒരു പക്ഷേ നിന്നെ ഒരു വർഷിപ്പ് ലീഡറായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എക്സോർട്ടേഷൻ പറയാൻ ലീഡറായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആത്മാക്കൾ നേടുവാൻ ഒരു ലീഡറായിട്ടായിരിക്കാം, ദൈവത്തിന്റെ വെളിപ്പാടുകൾ ദൂത് പറയുന്ന സ്വന്തം ദൈവത്തിന്റെ ആരാധന പറയുന്ന ഒരാളായിട്ടായിരിക്കാം. ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവം ചില ജീവിതങ്ങളെ ദൈവം തന്നെ ആത്മാവിനെ പകർന്ന് ചില ജീവിതങ്ങളെ ദൈവം ചില ശുശ്രൂഷകൾ ഏൽപ്പിച്ച് ഈ സഭയ്ക്ക് വലിയ വലിയ രൂപാന്തരം വരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി ദൈവാത്മാവനെ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ അകത്ത് നിന്ന് ചില യഹൂദ മേധാവികളെ ഹല്ലേലൂയ എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നത്. എന്തിനാണെന്നറിയാമോ? എന്തിനാണ്? വിറകിനിടയിൽ തീച്ചട്ടി പോലെ. എന്താ അതിന്റെ അർത്ഥം? എന്താണ് വിറകിനിടയിൽ തീച്ചട്ടി പോലെ എന്ന് പറഞ്ഞാൽ? എന്താ അർത്ഥം? Praise the Lord. Praise the Lord. ദൈവത്തിന് സ്തോത്രം. ഇത് കത്താതെ വിറകുകളെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനെ കത്തിക്കുന്ന ഒരു തീച്ചട്ടിയായി നിന്റെ സഭയിൽ കൂടി വരുന്ന ദൈവത്തിന്റെ ജനത്തെ കത്തിക്കുന്ന ഒരു തീച്ചട്ടിയായി ഈ ദിവസങ്ങൾ ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. 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 ദൈവത്തിന്റെ സ്തോത്രം. വേണ്ടതുപോലെ ആത്മീയമായി മുന്നേറാൻ കഴിയാതെ, സ്തോത്രം പ്രാർത്ഥിപ്പാൻ കഴിയാതെ, ആരാധിപ്പാൻ കഴിയാതെ, സ്തോത്രം ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയാതെ ബലഹീനരായി ദൈവസേന കടന്നു വന്നിരിക്കുന്ന ചില ജീവിതങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തിപ്പെട്ട ദൈവത്തിന്റെ സ്തോത്രം അവരെ കത്തിക്കുവാൻ നിന്നിലുള്ള തീക്കല്ലുകളിൽ ജ്വലിപ്പിച്ചവരെ കത്തിക്കുവാൻ ദൈവം വിറകളുടെ ഒരു തീച്ചട്ടിയായി നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ പോവുകയാണ്. നിങ്ങൾ ആ തീച്ചട്ടിക്കകത്തോട്ട് സൂക്ഷിച്ചു നോക്കി അതിനകത്ത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന കനൽ കാണുവാൻ കഴിയും. ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്തോത്രം ഇതിനകത്ത് ചില ജീവിതങ്ങളെ ഹല്ലേലൂയ മറ്റുള്ളവരെ ആത്മീയമായി കത്തിക്കുന്ന തീക്കനലുകളാക്കി മാറ്റാൻ പോവുകയാണ്. ആമേൻ. ദൂത് വെളിപ്പെട്ട ദൂത് മനസ്സിലായ ദൈവത്തിന്റെ മക്കൾ കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ എന്റെ സഭയിൽ എന്നെ ഒരു തീച്ചട്ടിയാക്കി മാറ്റണമേ. ഒന്നുകൂടെ പറയാം, ഒരു തീക്കനലാക്കി മാറ്റണമേ. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. എന്നെ ഒരു ഫയർ ബ്രാൻഡ് ആക്കണമേ. ഹല്ലേലൂയ. എന്റെ അടുത്തിരിക്കുന്ന സഹോദരനെ കത്തിക്കുവാൻ, അവനെ ആത്മാവിൽ കത്തിക്കുവാൻ, അവനെ പ്രബോധിപ്പിക്കുവാൻ, അവനെ ഉണർത്തുവാൻ കഴിയുന്ന ഒരു ഫയർ ബ്രാൻഡ് ആക്കി എന്നെ മാറ്റണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Praise the Lord. Praise the Lord. Praise the Lord. ദൂത് കിട്ടിയ ദൈവത്തിന്റെ മക്കൾ കരമത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയിലായിരിക്കുന്ന കർത്താവേ, വിറകിൻ നടുവിൽ എന്റെ സഭയിലെ വിറകൊള്ളിക്കടയിൽ ഹല്ലേലൂയ എന്നെ ഒരു തീക്കനലാക്കി, ഒന്നുകൂടെ പറയട്ടെ, ഒരു തീച്ചട്ടിയാക്കി മാറ്റണമേ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. അനേക കൊള്ളികൾ. Praise the Lord. ഈ ചില കൊള്ളികൾക്ക് ഒരു പേരുണ്ട്. അതിനെന്താ പേരെന്നറിയാമോ? നമ്മുടെ മലയാള ഭാഷയിൽ പേരെന്നറിയാമോ? നനഞ്ഞ കൊള്ളി. അതിന് ഒരു മുറക്കൊള്ളി എന്ന് പറയും.
ഇവിടെ സൗകര്യമായി ഞാൻ പറയുന്ന മനസ്സിലാവുന്ന എനിക്കറിയാൻ വേണം. ഞാൻ നാട്ടിൽ നിന്ന് വന്നവരല്ലേ, ഇവിടെ കുക്കിംഗ് റേഞ്ചും ഗ്യാസ് സൗകര്യങ്ങളും പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ പണ്ടതൊന്നുമില്ല. നമ്മുടെ അമ്മച്ചിമാരൊക്കെ സ്തോത്രം ഈ അടുപ്പിനകത്ത് വിറക് വെച്ചാൽ ഈ മഴക്കാലങ്ങളൊക്കെ ഈ നനഞ്ഞ വെള്ളി കൊണ്ട് നിങ്ങൾ വെച്ച് ഈ നീണ്ട പറയുമ്പോൾ ഇങ്ങനെ ഊതി സ്വതന്ത്രം ചായ ഒക്കെ ഇട്ടിട്ട് വരുമ്പോൾ അമ്മച്ചിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് സ്വതന്ത്ര കണ്ണൊക്കെ ചുവന്നിരിക്കുന്ന കാര്യം. ചില അമ്മച്ചിമാരെ കരയിപ്പിക്കുന്ന ചില മുറക്കൊടികളുണ്ട്. ഊതി വശം കിടന്ന കത്താത്ത ഇങ്ങനെ ചാരം മൂടി ചില മുറക്കൊള്ളികൾ. ചില സഭയിൽ വന്ന ചില മുറക്കൊള്ളികളുണ്ട്. പാസ്റ്ററെ കരയിപ്പിക്കുന്ന, സെക്രട്ടറിയെ കരയിപ്പിക്കുന്ന, മൂപ്പന്മാരെ കരയിപ്പിക്കുന്ന ചില മുറക്കൊള്ളികൾ. ഇവിടെ അങ്ങനെ ആരും ഇല്ലേ? ഞാൻ തിരുവല്ലായിരം കാര്യമാണെന്നേ പറയുന്നത്. ചില മുറക്കൊള്ളികൾ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വിറകിനിടയിലെ തീച്ചട്ടി പോലെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട കാര്യം, കർത്താവേ എന്റെ സഭയിൽ ഒരു മുറക്കൊള്ളിയായിട്ടിരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ സഭയിൽ ഒരു പ്രശ്നക്കാരായിട്ടിരിക്കാനല്ല. ഏതൊരു അഭിപ്രായപ്പെട്ട ചില പുള്ളികളുണ്ട്, ഏതൊരു വഴക്കുണ്ടാക്കി ചില പുള്ളികളുണ്ട് ഞങ്ങളുടെ. കർത്താവെ അങ്ങനെ ഒരു വഴക്കാളിയായിട്ട് എന്റെ സഭയിൽ ഇരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവെ അനേക വിറക് കഷ്ണങ്ങളെ കത്തിക്കുന്ന ഒരു തീച്ചട്ടിയാക്കി എന്നെ മാറ്റണമേ. നിന്റെ കനൽ ദൈവത്തിന് സ്തോത്രം കെട്ടുപോകാതിരിക്കട്ടെ. നിന്റെ കനലിൽ ചാരം മൂടാതിരിക്കട്ടെ. ഈ ദിവസങ്ങൾ ദൈവത്തിന് സ്തോത്രം ചാരം മൂടി അനുഭവങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ കൃപയാവരിച്ച് ചാരം മാറി ഹല്ലേലൂയ നമ്മുടെ കനൽ കത്തിപ്പടർന്ന് ഹല്ലേലൂയ അനേകരെ പ്രബോധിപ്പിക്കുന്ന, അനേകരെ ഉത്സാഹിപ്പിക്കുന്ന, അനേകരെ ആത്മാവിൽ കത്തിക്കുന്നവരായി തീരുവാൻ ഈ ദിവസങ്ങളിടയായി തീരട്ടെ. അകത്ത് തീച്ചട്ടിയായി. അടുത്ത കേൾക്കണോ? കച്ചകൾക്കിടയിൽ തീപ്പന്തം. കച്ച എവിടെ? വിറകകത്തായിരിക്കുമ്പോൾ കച്ചകൾ എവിടെയാണെന്നറിയോ? വയലിൽ. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഞാൻ പറയട്ടെ, എന്റെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പതിരെ ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുന്നവനെ സേവിക്കുന്നവനെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഇതിനകത്ത് നിന്ന് ചില ജീവിതങ്ങളെ ഹല്ലേലൂയ പുറത്തേക്ക് അയച്ച് അനേക കച്ചകളെ തീപിടിപ്പിക്കുന്ന വയലിൽ അനേക കച്ചകളെ തീപിടിപ്പിക്കുന്ന ആത്മാവിൽ തീപിടിപ്പിക്കുന്ന വലിയ തീബന്ധമാക്കി മാറ്റാൻ പോവുകയാണ്. ഈ ദിവസം ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എന്റെ ഒരു തീബന്ധമാക്കി മാറ്റണമേ. ഹല്ലേലൂയ. എന്റെ ചുറ്റുപാടുകൾ, എന്റെ കമ്മ്യൂണിറ്റിയിൽ, എന്റെ സഭയിൽ, എന്റെ ടൗണിൽ, എന്റെ അയൽപക്കത്ത് സ്വന്തം ഇടകൈ വലകൈയാണ് ജീവിക്കുന്ന ദൈവത്തിൽ നിരാശയോടെ, നെടുവിൽപ്പോടെ, വേദനയോടെ, ദൈവത്തിൽ പ്രത്യാശയില്ലാതെ ഹല്ലേലൂയ ജീവിക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്. അവർക്ക് ഈ പ്രത്യാശയുടെ വചനം, ഈ ജീവന്റെ വചനം നൽകി അവരെ ജീവിപ്പിക്കുന്ന, അവരെ കത്തിക്കുന്ന, ആത്മീയമായി തീ കത്തിക്കുന്ന തീബന്ധമാക്കി എന്ന് മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഈ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യം ഓർക്കുന്നറിയാം. അവൻ യഹൂദ മേധാവികളെ വിറകിനിടയിൽ തീച്ചട്ടി പോലെയും കറ്റകളുടെയും തീപ്പന്തമോൽപ്പാക്കും. ഈ കുടുംബത്തിൽ ആര് ജനിച്ചത്? ജനിച്ചത്. എന്തുകൊണ്ട് അവൻ മാന്യനായത്? തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. കാരണം അവൻ യഹൂദ കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു. യഹൂദയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. അവൻ യഹൂദായുടെ സിംഹം ജനിച്ച കുടുംബത്തിൽ ജനിച്ചവനാണ്. 2 അവൻ തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബത്തിൽ ജനിച്ചവനാണ്. 3 ദൈവത്തിന് സ്തോത്രം. യുദ്ധമുന്നണിയിൽ അവൻ പുറകിലല്ല. ആരാധിക്കുന്നവൻ യുദ്ധമുന്നണിയിൽ പുറകിലല്ല. പോരാട്ടത്തിൽ അവൻ പുറകിലല്ല. വാർത്തകളിൽ നീ പുറകിലല്ല. നമുക്കൊരു പോരാട്ടമുണ്ട്. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ള അടുത്തിരിക്കുന്ന ആളോടും അയൽക്കാരോടുമല്ല. നമുക്ക് പോരാട്ടമുള്ളത് നമ്മുടെ പ്രതിയോഗിയായ പിശാചിനോട്. അവനോട് നമുക്ക് ചെറുത്ത് നിൽക്കുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ ദൈവത്തിന്റെ സർവ്വായുധവർഗം ധരിക്കണം. ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് കർത്താവിനെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ അവകാശദേശം നമുക്കുള്ള. നിനക്ക് ചില അവകാശങ്ങൾ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ചില അവകാശങ്ങൾ നേടേണ്ടതായിട്ടുണ്ട്. രോഗസൗഖ്യമുള്ള അവകാശമാണ്, ആരോഗ്യമുള്ള അവകാശമാണ്. സ്വോത്രം. ശത്രു കവർന്നു വെച്ചിരിക്കുന്ന സകല അവകാശങ്ങളിൽ മടങ്ങിക്കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ദിവസങ്ങളിൽ നമ്മുടെ മേൽ പകരുവാൻ ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. അവൻ യുദ്ധമുന്നണിയിലാണ്. ആമേൻ. ഹല്ലേലൂയ. 4ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. 4ാമത്തെ കാര്യം എന്താണ്? അവനൊരു കൊയ്ത്തുണ്ട്. ആരാധിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ഒരു കൊയ്ത്തുണ്ട്. ഹല്ലേലൂയ. അവനാണ് മാന്യൻ. കൊയ്തെടുക്കുന്നവനാ മാന്യൻ.
എത്രയോ അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. ഹല്ലേലൂയ. അത് കൊയ്തെടുക്കുവാൻ നിന്റെ അടുക്കൽ നിന്റെ കൈപ്പാടി നിൽക്കുകയാ. എന്നാൽ ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ ശക്തിയോടെ വരട്ടെ. ഈ അനുഗ്രഹങ്ങളെല്ലാം കൊയ്തെടുത്ത് ഹല്ലേലൂയ ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ടവരായി മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഏറ്റവും ഉല്ലാസം ഞാൻ പറഞ്ഞ യഹൂദ മേധാവികളെ ഇതിനകത്ത് നിന്ന്, ഈ ചെറിയ കൂട്ടത്തിനകത്ത് നിന്ന് ദൈവം ചില മേധാവികളെ, ചില ലീഡേഴ്സിനെ, ചില നായകന്മാരെ ഹല്ലേലൂയ എഴുന്നേൽപ്പിക്കാൻ പോയി. എന്തെന്നറിയാമോ? സ്വോത്രം. ഞാൻ സഭയുടെ സെക്രട്ടറിയാണെന്ന് പറയാനല്ല, ഞാൻ സഭയുടെ ഖജാൻജിയാണെന്ന് പറയാനല്ല, ഞാൻ സഭയുടെ ലീഡറാണെന്ന് പറയാനല്ല, ഞാൻ ഇവിടുത്തെ കമ്മിറ്റി മെമ്പറാണെന്ന് പറയാനല്ല. പിന്നെ എന്തെന്നറിയാമോ? ദൈവത്തിന്റെ സ്വോത്രം വിറകുകളുടെയും തീച്ചട്ടി പോലെ, ആമേൻ, കച്ചറുടെയും തീപ്പന്തം പോലെ അനേകരെ തീ പിടിപ്പിക്കുന്ന ഏത് തീയ? കൂട്ടായ്മയുടെ തീ. ഏത് തീയ? അഭിഷേകത്തിന്റെ തീ. ഹല്ലേലൂയ. ഏത് തീയ? ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ആ വലിയ തീ പിടിപ്പിക്കുന്ന ആ ശക്തന്മാരായ ഹല്ലേലൂയ ആരാധനക്കാരായി നിൽക്കുവാൻ ദൈവം ചില ജീവിതങ്ങളെ കാണുകയാണ്. ആമേൻ. ദൈവത്തിന് സ്വന്തം പുറത്ത് എത്രയോ കറ്റുകൾ നിലനിൽപ്പാൻ കഴിയാതെ പട്ടി കിടക്കുമ്പോൾ ആ കറ്റുകൾക്ക് തീ പിടിപ്പിക്കുന്ന തീപ്പന്തങ്ങളാക്കി ദൈവം ചില ജീവിതങ്ങൾ ഉപയോഗിക്കും. പെന്തിക്കോസ്തിന്റെ അഗ്നി എന്ന് പറയുന്നത് അത് ആടിപ്പടരുന്ന, അത് കത്തിപ്പടരുന്ന, ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ആ വലിയ ശുശ്രൂഷയുടെ പങ്ക് നമുക്കുണ്ട്. ഇന്ന് രാത്രി അതിനാണ് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. ഇന്ന് രാത്രി നാം കേൾക്കപ്പെട്ട ദൈവദൂതന്റെ മുൻപിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. എന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പേരില് കാൽവരിയിലെ വേദനയുടെ സന്താനമേ, എന്നെ നിങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്തത് ഒരു സാമാന്യക്കാരനായിട്ട് ജീവിക്കാനല്ല, ഒരു സാമാന്യ പെന്തിക്കോസുകാരനായി ജീവിക്കാനല്ല, എങ്ങനെയെങ്കിലും ജീവിച്ച് അവസാനിക്കാനല്ല. നിന്നെ കർത്താവ് കണ്ടെത്തിയത് ഏറ്റവും മാന്യനായിരിക്കാൻ. ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം, ഞാൻ നിന്നെ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി കേട്ട ദൂരിന്റെ മുൻപിൽ, ഇന്ന് രാത്രി കേട്ട ആലോചന മുൻപ് ഞാൻ നിന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, എന്റെ സ്തുതി കുറഞ്ഞു പോയെങ്കിൽ, എന്റെ ആരാധന കുറഞ്ഞു പോയെങ്കിൽ, എന്റെ സ്തോത്രം കുറഞ്ഞു പോയെങ്കിൽ നാഥ, ഇന്ന് രാത്രി ഞാൻ ഏൽപ്പിച്ചിരുന്നു. കർത്താവേ, ഹല്ലേലൂയ, ആദിയെ സ്തുതിക്കുവാൻ, അങ്ങേ അമിതം സ്നേഹിപ്പാൻ, ആദിയെ സ്തുതിക്കുവാൻ, അധികം ആരാധിപ്പാൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ മാന്യത, എന്റെ മാന്യത ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെയാണ്. ദൈവത്തെ ആ സ്തോത്രം മാനിക്കുന്നവർ കർത്താവിന് വന്ന് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. കർത്താവിനെ സ്തോത്രം ആരാധിച്ച് കർത്താവിനെ മാനിക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തുതി അർപ്പിച്ച് കർത്താവിനെ മാനിക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. നാം വളരെ ശാന്തമായി ചിന്തിച്ച് ദൈവത്തിന്റെ വാക്ക് മുമ്പാകെ ഇന്ന് രാത്രി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ മേൽ പകരട്ടെ. ആ ഒരു വലിയ ശക്തി ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ മേൽ പകരട്ടെ. ആ വലിയ അഭിഷേകം കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മേൽ പകരട്ടെ. അതിനായി നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവത്തിന് ഇഷ്ടം പരിശുദ്ധാത്മാവിൻ ശക്തി പകർന്നിടട്ടെ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടട്ടെ. അവിടുത്തെ ബലം ആവശ്യമേ. കർത്താവേ, നീ അറിയുന്നു. അവിടുത്തെ ബലം ആവശ്യമേ. കർത്താവേ, നീ അറിയുന്നു. അതിശയം ലോകത്തിൽ നടന്നിടുവാണ്ടിലെ അനുഭവം അതിശയം ലോകത്തിൽ നടന്നിടുവാനാവിധന്നമൊരാത്മാവേ അമിതബലം വരട്ടെ.
അഭിഷേകം ചെയ്യണമേ. അഭിഷേകം, ആമേൻ, അഭിഷേകം, ഹല്ലേലൂയ. പുതിയ അഭിഷേകം, ഹല്ലേലൂയ, ഒരു പുതിയ അഭിഷേകം, ആമേൻ, ആമേൻ, ഒരു പുതിയ അഭിഷേകം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി ഹല്ലേലൂയ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ അഭിഷേകം. നമുക്ക് ആത്മാവിൽ കർത്താവിനെ ആരാധിക്കാം, ശക്തിയോടെ കർത്താവിനെ ആരാധിക്കാം. ദൈവത്തിന്റെ ഒരു പുതിയ അഭിഷേകം ഇന്ന് രാത്രി നമ്മുടെ മേൽ പകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ അഭിഷേകം. അവിടുത്തെ ബലം, അവിടുത്തെ ബലം, അവിടുത്തെ ബലം. അഭിഷേകമായി, അഭിഷേകമായി, അഭിഷേകത്തിന്റെ വലിയ പുഷ്ടിയോടെ ദൈവത്തെ ആരാധിപ്പാൻ We worship you, we worship you, we worship you.